الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണത്. നാം പറഞ്ഞു, ഓരോ കാലഘട്ടത്തിലും അല്ലാഹു തആല റസൂലുകളെ നിയോഗിച്ചിരിക്കുന്നത് ഷഹാദത്തിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്. ഒന്നാമത്തെ പാർട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ്, അതിന് മാറ്റമില്ല. കാലഘട്ടം മാറുന്നത് കൊണ്ടോ, നൂറ്റാണ്ടുകൾ നീങ്ങുന്നത് കൊണ്ടോ, ചരിത്രം മാറുന്നത് കൊണ്ടോ, ഭൂലോകത്ത് പുതിയ പുതിയ അറിവുകൾ വികസിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരിക്കലും മാറിയിട്ടില്ലാത്ത, ഇനി അങ്ങോട്ടോ മാറാത്തതുമായ ഒരു പ്രഖ്യാപനമാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വളരെ അതിശയമുള്ള വിഷയമാണ് ഇതെന്ന് നാം മനസ്സിലാക്കണം. ലോകത്തൊരു സംസ്കാരവും നിലനിന്നിട്ടില്ല. ഒരു നൂറ്റാണ്ടിന്റെ അപ്പുറത്തും ഒരു മതവും ഒരു സംസ്കാരവും ലോകത്ത് നിലനിന്നിട്ടില്ല. അത് മാറ്റി എഴുതപ്പെടുകയോ തിരുത്തപ്പെടുകയോ ചെയ്യാതെ ഇന്നും അങ്ങനെ തന്നെയാണ്. അത് ഭൗതികമാവട്ടെ, ആത്മീയ മതപരമാവട്ടെ, ഏത് വ്യവസ്ഥിതികളായിരുന്നാലും ശരി, അതൊക്കെ തിരുത്തപ്പെടും. പക്ഷെ ഈ ഒരു വിഷയം മാത്രം, ദീനുൽ ഇസ്ലാമിന്റെ വിഷയം തന്നെ എടുക്കുകയും, ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഒരിക്കലും ആദർശ പ്രസ്ഥാനമായാലും ഭൗതിക പ്രസ്ഥാനമായാലും 99 കൊല്ലത്തിന് അപ്പുറത്തും പോകില്ല. 99-ലെത്തിയാൽ വീണ്ടും സീറോവിലേക്ക് റിട്ടേൺ അടിക്കും ചരിത്രം. ഒരിക്കലും 100-ലെത്തൂല, എത്തിയിട്ടുമില്ല. ഓരോ കാലഘട്ടത്തെയും പരിശോധിക്കും. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പരിശോധിക്കും, പൂർണ്ണതയിലെത്തിയിട്ടില്ല. പകുതിക്ക് നിർത്തേണ്ടി വന്നു. ചരിത്രം അവിടെ അവസാനിച്ചു, പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. പിന്നീട് മനുഷ്യ ചരിത്രവും ആദർശ ചരിത്രവും ഇസ്ലാമിന്റെ ചരിത്രവും അത് രണ്ടും ഒന്നാണ്. മനുഷ്യ ചരിത്രത്തിന്റെ 4 ഘട്ടങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിഹിതിച്ചു തന്നിരിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കം, അതിന്റെ ശൈശവഘട്ടം, ആദം തൊട്ട് നൂഹ് നബി വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തതിന്റെ ബാല്യഘട്ടം, നൂഹ് നബി തൊട്ട് ഇബ്രാഹിം നബി വരെയുള്ള കാലഘട്ടം. മൂന്നാമത്തതിന്റെ യൗവനഘട്ടം, ഇബ്രാഹിം നബി തൊട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കാലഘട്ടം. നാലാമത്തതിന്റെ വാർദ്ധക്യഘട്ടം, മുഹമ്മദ് നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടം, അതിന്റെ വാർദ്ധക്യഘട്ടം. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെയും ചരിത്രം. ദീനുൽ ഇസ്ലാമിന്റെ ശൈശവഘട്ടം ആദം തൊട്ട് നൂഹ് നബി വരെയുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഒരു റസൂലിനെ അല്ലാഹു തആല കാലഘട്ടത്തിൽ നിയോഗിച്ചില്ല. ഒരു റസൂലിന്റെ ആവശ്യം വേണ്ടി വന്നില്ല. കുട്ടിപ്രായമാണ്, മനുഷ്യന്റെയും ആദർശത്തിന്റെയും കുട്ടിപ്രായം. അതുകൊണ്ടൊരു റസൂല് വേണ്ടി വന്നില്ല. എന്താണോ നേരത്തെ അവരെ പഠിപ്പിച്ചത് അത് പ്രാവർത്തികമാക്കുകയായിരുന്നു ആ തലമുറ. അതുകൊണ്ട് തന്നെ വലിയ വലിയ നിയമങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ശരീഅത്തിലുണ്ടായില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഹയിറക്കപ്പെട്ട നബിയാണ്. അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടുന്ന നബിയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നല്ലാഹു അസ്തഫ ആദം. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്ന നബിമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ നബി ആദമാണെന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമില്ല. ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടുന്ന വഹയികൾ അനുസരിച്ചായിരുന്നു 10 തലമുറ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ശൈശവഘട്ടം അങ്ങനെ പോയി. ആ ഘട്ടത്തിൽ ആദർശപരമായ വിപ്ലവങ്ങളൊന്നും ഉണ്ടായില്ല. അംഗീകാരം മാത്രമേ ഉണ്ടായുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്.
അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിക്കലാണ്. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിക്കലാണ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയ്ക്ക് വന്നില്ല. അതിനുശേഷം 10 തലമുറയിൽ 2-3 പ്രവാചകന്മാര് വന്നു. ഷീസ് നബിയെ പോലെ, ഇദ്രീസ് നബിയെ പോലെ. അവരാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തവരായിരുന്നില്ല. ആ കാലഘട്ടത്തിലൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയിലുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലുണ്ടായ ചർച്ച റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിക്കുക, സുമ്മ ഇസ്തഖാമു, അതിൽ ഉറച്ചു നിൽക്കുക, മരിക്കുന്നത് വരെ അതിൽ ഉറച്ചു നിൽക്കുക. ആദ്യത്തെ തലമുറ അതിൽ ഉറച്ചു നിന്നു. ഈ ഇസ്തിഖാമത്തിന് വേണ്ടി ആവശ്യമായ പരിശീലനങ്ങൾ നൽകാനാണ് അള്ളാഹു താല നബിമാരെ നിയോഗിക്കുന്നത്. എങ്ങനെ? അള്ളാഹു നബിമാരെ നിയോഗിക്കുന്നത് ഇസ്തിഖാമത്തിന് വേണ്ടിയാണ്. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിച്ചവർക്ക് വേറെ ഒന്നും അഷടുകളൊന്നും കടന്നുകൂടാതെ, ഷൈത്താൻ കയറി പ്രവർത്തിക്കാതെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളതാണ് ഇസ്തിഖാമത്ത്. അതിനാണ് നുബുവത്ത്. നബിമാർ പണ്ഡിതന്മാര് പറയാറുണ്ട്, അന്നുബുവത്തുലി തർബിയ വൽരിസാലത്തുലി ദഅവ എന്ന് പറയാറുണ്ട് പണ്ഡിതന്മാർ. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. നബിമാരെ അള്ളാഹു നിയോഗിക്കുന്നത് തർബിയത്ത്. എന്താണ് തർബിയത്ത്? അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിക്കുന്നത് മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തർബിയത്ത്. അതാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം നബിമാരുണ്ടായത്. 1,24,000 നബിമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? നേരെ വളരെ ചെറിയ കാലഘട്ടത്തിന്റെ ഉള്ളിലാണ് അത്രയും നബിമാര് വന്നത്. എല്ലാവർക്കും ദഹിക്കൂല അത് പറഞ്ഞാൽ. ആകെ ഒരു 10,000-12,000 13,000 കൊല്ലത്തിനുള്ളിലാണ് ഈ നബിമാര് മുഴുവനും വരുന്നത്. എത്രയാ കൂട്ടരെ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രായം എത്രയാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ 1ാമത്തെ മെമ്പറാണ്. മനുഷ്യ ചരിത്രത്തിന് ലക്ഷക്കണക്കിന് കൊല്ലത്തിന്റെ പാരമ്പര്യം കാണുന്ന വിഡ്ഢികളുണ്ട് ഹിസ്റ്ററിക്കാരില്. അത് മോഡേൺ ഹിസ്റ്ററി ആയാലും ശരി, ഓൾഡ് ഹിസ്റ്ററി ആയാലും ശരി. ഹിസ്റ്ററി പണ്ഡിതന്മാരെപ്പോഴും അവരുടെ ചരിത്രത്തെ, അവരുടെ ചിന്താഗതികളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മെനക്കെടും. അതിനുകൊണ്ട് കുറെ ജഹാലത്ത് പറയും, വിവരക്കേടുകൾ പറയും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ജഹിലാണ്. അൽ ഇൽമു വൽ ജഹിൽ. പിന്നെ 3ാമത്തത് വസ്സഫാഹ. ഒന്ന് ഇൽമാണ്, 2ാമത്തത് ജഹിലാണ്, 3ാമത്തത് സഫാഹത്താണ്. മനസ്സിലായിട്ടുണ്ടോ വിഷയം? ഇൽമു എന്ന് പറഞ്ഞാൽ മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി വആസാറു സഹാബ വഹിയാനി ശരീഫാൻ. അതാണ് ഇൽമു. ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദത്തിൽ ഇൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് പറഞ്ഞതും അള്ളാന്റെ റസൂൽ പറഞ്ഞത്, 2 വഹിയുകൾ. മാ ഖാലല്ലാഹ് അള്ളാഹ് പറഞ്ഞത്, വമാ ഖാല റസൂലുള്ളാഹ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഇതാണ് വഹി. അതിനാണ് ഇൽമു എന്ന് പറയുന്നത്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരുത്തൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവനിക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേതാണ് ഇൽമു. അതേടാ ഇൽമു. എഞ്ചിനീയറിങ്ങും അതേപോലെ തന്നെ MBBS-ഉം അതേപോലെ തന്നെ മറ്റേതെങ്കിലും ആർട്സ് ആൻഡ് സയൻസ് പരിപാടികൾ, അതിനൊക്കെ ഇൽമിന്റെ ഗണത്തിൽ കൊണ്ടുവന്നിട്ട് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുന്ന സദക്കകളെല്ലാം ആ വഴിക്കേക്ക് തിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊന്നും ഇൽമു പഠിക്കുന്ന സ്ഥാപനങ്ങളല്ല. ഇൽമിന്റെ പ്രത്യേകത അത് 2 വഹീനാണ് ഇൽമു എന്ന് പറയുന്നത്. അത് ഒരിക്കലും മാറുകയില്ല. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഇൽമാണ് വഹീന്റെ ഇൽമു. കാലഘട്ടം എത്ര പരിഷ്കരിച്ചാലും വഹീന്റെ ഇൽമിന് ഒരു മാറ്റം ഉണ്ടാവില്ല, ഉണ്ടായിട്ടുമില്ല. ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വഹീന്റെ ഇൽമിന് ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. വഹീന്റെ ഇൽമനുസരിച്ചുള്ള ആദർശം അതേപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ജഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമല്ലാത്തത്. വഹി എന്ന് പറഞ്ഞ ഇൽമു എന്ന് പറഞ്ഞാൽ 2 വഹികൾ, 2 വഹികൾ അല്ലാത്തത്, അത് ജഹിലാണ്. ഇൽമ് എന്നും നിലനിൽക്കുന്നതാണ്, ജഹിൽ ഒരിക്കലും നിലനിൽക്കുകയില്ല. ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ വേറൊന്ന് പറയും. അതിന് ഈ ഇന്നലെ ഭൗതിക പണ്ഡിതന്മാരെന്താ പറയുക? പ്രസന്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുവേ. അതാണ് സമയത്തുള്ള നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ സയൻസിന്. സയൻസ് ജഹിലാണ്, ഇൽമല്ല. ഇൽമാണെങ്കിൽ നിലനിൽക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ സയൻസ് ഈ നൂറ്റാണ്ട് നിലവിലില്ല. ഈ നൂറ്റാണ്ടിലെ സയൻസ് അടുത്ത നൂറ്റാണ്ട് നിലവിലുണ്ടാവില്ല. ഇപ്പൊ ആഴ്ചക്ക സയൻസ് മാറല്. അവിടെ അതിന് ജഹിലിന്റെ പട്ടികയിൽ ഇത് പെടുത്താൻ പറ്റുമോ? ജഹിൽ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, മണ്ടത്തരം എന്നൊന്നും അർത്ഥം വെച്ചു പോകണ്ട. ജഹിൽ എന്ന് പറഞ്ഞാൽ വഹിയല്ലാത്ത എല്ലാ ഇൽമും ജഹിലാണ്. ജഹിൽ എന്ന് പറഞ്ഞാൽ നിലനിൽക്കാത്ത അറിവ്. വഹി ഇൽമു എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന അറിവ്.
മനസ്സിലായില്ലേ? മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് സഫാഹത്ത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തില് വിഡ്ഢിത്തം. അത് ഇൽമും അല്ല ജഹലും അല്ല. നിലനിൽക്കാത്ത ഇൽമിനും അത് ബന്ധമില്ല, നിലനിൽക്കുന്ന ഇൽമിനും അതിന് ബന്ധമില്ല. സഫാഹത്ത് ഖുർആൻ പറഞ്ഞില്ലേ, ലൈസലി സഫാഹത്തുൻ. നബിമാര് ജനങ്ങളോട് പറഞ്ഞൊരു വിഷയമുണ്ട്, ഞങ്ങൾക്ക് സഫാഹത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നതൊന്നും വിവരക്കേടല്ല, വിവരമാണ്. സയഖൂലു സുഫഹാ. കഅബാലയം ബൈത്തുൽ മുഖദ്ദസിനെ മാറ്റി കഅബാലയത്തെ ഖിബിലയാക്കി മാറ്റിയപ്പോൾ ജൂതന്മാർക്കത് സഹിച്ചില്ല. അതുവരെ ജൂതന്മാർക്ക് വലിയ ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. കാരണം എല്ലാ അമലുകളിലും ജൂതന്മാരോടൊരു യോജിപ്പ് റസൂലുള്ളാഹി തങ്ങൾ പ്രകടിപ്പിച്ചു മദീനത്തെത്തിയ ഉടനെ. അതിൽ ഒന്നാമത്തത് ജൂതന്മാര് തിരിഞ്ഞു നിസ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. റസൂലുള്ളാഹി തങ്ങളും തിരിഞ്ഞു നിസ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ മദീനയിൽ എത്തിയപ്പോൾ അവിടെ കിട്ടിയ ഒരു പുതിയ ഓഡിയൻസ് ആണ് ജൂതന്മാര്. ആ ഓഡിയൻസിനെ ഒന്ന് ഒതുക്കി നിർത്തണം. അതിനുള്ള റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത തന്ത്രമായിരുന്നു അത്. അള്ളാഹു ചെയ്യിപ്പിച്ച തന്ത്രമായിരുന്നത്. അത് കുറെ നാൾ തുടർന്നു. അതേപോലെ തന്നെ ആശൂറ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊപ്പം നോമ്പ് നോറ്റു. ആശൂറ മുഹറം 10 നോമ്പ് ജൂതന്മാർ നോക്കുമായിരുന്നു, റസൂലുള്ളാഹി തങ്ങളും നോറ്റു. അപ്പൊ വലിയ മതിപ്പായിരുന്നു റസൂലുള്ളാഹി തങ്ങളെ ജൂതന്മാർക്ക്, മദീനത്തെ ജൂതന്മാർക്ക്. ജൂതന്മാർക്ക് പ്രത്യേകത, ജൂതന്മാർ 100% സാക്ഷരരാണ്. സാക്ഷര മീൻസ് വിവരമുള്ളവരാണ്. എല്ലാവരും വിവരമുള്ളവരാണ്. ജൂതന്മാര് അറിവുള്ളവരാണ്. ജൂതന്മാർക്കൊരു പ്രത്യേകത, വേറൊരു മതത്തിൽ നിന്ന് ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയില്ല, അവർ സ്വീകരിക്കൂല. ജൂതന്മാരെ മാത്രമേ അവര് മനുഷ്യരായിട്ട് കാണുന്നുള്ളൂ. അത് ഇന്നത്തെ ജൂതന്മാരും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലി ജൂതന്മാരുടെയും സ്ഥിതി അതാണ്. അവർ മറ്റുള്ള മനുഷ്യരെ ഒന്നും, മുസ്ലിമീങ്ങളെയോ ക്രിസ്ത്യാനികളെയോ മറ്റുള്ളവരൊന്നും അവർ മനുഷ്യരായിട്ട് കാണുന്നില്ല. അബ്നാ ഉൽ കിലാബി വൽ ഖനാസിർ, പട്ടികളുടെയും പന്നികളുടെയും മക്കൾ എന്നാണ് അവർ മനുഷ്യരെ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങളെ കൊന്നെടുക്കുന്ന വിഷയത്തിൽ ജൂതന്മാർക്ക് ഒരു മാനസിക ഇതുണ്ടാവില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു പാമ്പിനെ വഹിക്കുന്ന കണ്ടാ അടിച്ചു കൊല്ലൂല്ലേ, അതിൽ വലിയ സംതൃപ്തി ഇല്ല നമുക്കുണ്ടാ, നമുക്ക് ഖേദം ഉണ്ടാവുക. അയ്യോ ഞാനൊരു പാമ്പിനെ കൊന്നുപോയല്ലോ എന്ന് പറയും നമ്മൾ ഇവർക്ക് പോയിട്ട്. ഇതാണ് ജൂതന്മാരുടെ മനുഷ്യനെ കൊല്ലുന്ന കാര്യത്തിലുള്ള അവസ്ഥ. ഇവർ ഈ ഭൂലോകത്ത് ജീവിക്കുന്നവരെ ആരും മനുഷ്യരായിട്ട് കാണുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ജൂതന്മാരോട് പെരുമാറാൻ. ജൂതന്മാരുടെ ലോബിയാണ്, അവരുടെ ഹോബിയാണ് മനുഷ്യനെ കൊന്നു തീർക്കുക എന്നുള്ളത്. അതൊക്കെ പറയുമ്പോൾ വേറെ വഴിക്ക് ചരിത്രത്തിന് നീക്കേണ്ടി വരും. ഇതേപോലെയാണ് ഇറാനിയൻ ജൂതായിസത്തിന്റെ താല്പര്യം. ഇറാനിയൻ ജൂതായിസത്തിന്റെ താല്പര്യം എന്താ? എല്ലാത്തവരെ മുഴുവനും കൊന്നു തീർക്കുക. അതൊരു രസമായിരിക്കും ഇറാനികൾക്ക്. ഇപ്പോഴും ഇറാഖിൽ കൊന്നൊടുക്കിയത്, സിറിയയിൽ കൊന്നൊടുക്കിയത്, ലെബനാനിൽ കൊന്നൊടുക്കിയത്, യമനിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഷിയാക്കളല്ലാത്തവരെ കൊന്നൊടുക്കുക എന്നുള്ളത്. കാരണം അവര് അബിനാ ഉസാനിയ എന്ന മുസ്ലിമീങ്ങളെ പറ്റി പറയാം. നമ്മളെ പറ്റിയൊക്കെ അവര് പറയാ അബിനാ ഉസാനിയ, വേശ്യകളുടെ മക്കൾ എന്നാ. വേശ്യകളുടെ മക്കൾ എന്നാ നമ്മളെ പറ്റി പറയാ മുസ്ലിമീങ്ങളെ പറ്റി. ആര്? ഇറാനിയൻ ജൂതന്മാര്. തത്വങ്ങൾ രണ്ടും ഒരേപോലെയാണ്. ഇസ്രായേലി ജൂതന്മാരുടെയും ഇറാനിയൻ ജൂതന്മാരുടെയും തത്വങ്ങൾ ഒരുപോലെയാണ്. അടിസ്ഥാന തത്വം ഇസ്രായേലി ജൂതന്മാർ, അതായത് ബനു ഇസ്രായേലിൽപ്പെട്ട ജൂതന്മാർ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ്. ആ ജൂതന്മാർക്ക് ജൂതനാകണമെങ്കിൽ അവർ അടിസ്ഥാനപരമായി 2 ആദർശം സമ്മതിച്ചു കൊടുക്കണം. ഒന്ന്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചതിയനും വഞ്ചകനുമാണ് എന്ന് അംഗീകരിക്കണം. രണ്ടാമത്തത്, മറിയം ബീബി വ്യഭിചാരിണിയാന്ന് പറയണം. ജൂതവിശ്വാസം അനുസരിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണ്. അതുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാണത്താൽ അവർ അംഗീകരിക്കൂല. ഇത് അംഗീകരിച്ചാലേ ഒരുത്തന് ജൂതനാകാൻ പറ്റുള്ളൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇറാനിയൻ ജൂതൻ ഇതേപോലെ രണ്ട് ആദർശമുള്ളവരാണ്. ഒന്ന്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചതിയനും വഞ്ചകനുമാണ് എന്ന് വിശ്വസിക്കണം, ഇറാനിയൻ ഷിയ്യത്ത് അംഗീകരിക്കണമെങ്കിൽ. രണ്ടാമത്തത്, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ദാനിയത്താണ്, വേശ്യയാണ് എന്ന് സമ്മതിക്കണം. ഇത് ഇറാനിയൻ ജൂതൻ, ഇന്നത്തെ ഇറാനിയൻ ജൂതൻ. അവിടെ ഷിയാക്കൾ എന്നോ എന്ന വണ്ണാങ്കട്ട അർത്ഥം വെച്ചാൽ നിരക്കാടില്ല, ജൂതനാണ്. അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്, നമ്മൾ മനസ്സിലാക്കണം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തനുസരിച്ചുള്ള ജൂതൻ ഇസ്രായേലി ജൂതൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തനുസരിച്ചുള്ള ജൂതൻ ഇറാനിയൻ ജൂതൻ. രണ്ടാക്കും ശരീഅത്ത് 2 നബിമാരുടേതാണ്. അവിടെയാണ് അവർ പിടിച്ചു നിൽക്കുക. ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിക്ക് വഹ്യ് കൊടുത്തത് ശരിയായില്ല, അത് ഇസ്രായേലി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ, അത് ജിബ്രീൽ ചെയ്ത ചതിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖിന്റെ രൂപത്തിനെ അവരെ വിമർശിക്കുന്ന അങ്ങനെയാണ്, ജിബ്രീൽ ചെയ്ത ചതിയാണ് എന്ന്.
അതുകൊണ്ട് അവർ ജിബ്രീലിനെ ശപിക്കും. അതാണ് സൂറത്തുൽ ബഖറയിൽ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. മൻകാന അദുവ്വൻ ജിബ്രീൽ എന്നുള്ള ആയത്തിറക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. ജിബ്രീലിന് ശത്രുവായവരോട് നാം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. ജൂതന്മാരുടെ വിശ്വാസത്തെ പറ്റിയാണ് ആ ചർച്ച. പരിശുദ്ധ ഖുർആന് ശേഷം വേറൊരു കിതാബ് ഇറങ്ങുമായിരുന്നുവെങ്കിൽ ഇറാനിയൻ ജൂതനെ പറ്റിയായിരിക്കും ആ ചർച്ച. ഖുർആന് ശേഷം വേറെ കിതാബില്ലേ ഇനി. അതുകൊണ്ട് ഖുർആന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് വേണം ആധുനിക ജൂതനെ നാം വിലയിരുത്താൻ. അതാണ് ഉലമാക്കളെ ജോലി. അതാണ് ഉലമാക്കൾ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനെ വെച്ചുകൊണ്ട് വേണം ആധുനിക ജൂതായിസത്തെ വിശദീകരിക്കാൻ. അന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചു. ഖുർആന് ശേഷം ഇനി ഖുർആൻ ഇറങ്ങൂല. ഇറങ്ങുമായിരുന്നുവെങ്കിൽ ആ ഇസ്രായേലി ജൂതനായിരിക്കില്ല ചർച്ച, ഇറാനിയൻ ജൂതനായിരിക്കും ചർച്ച ആ കിതാബിൽ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെ അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം ഇറാനിയൻ ജൂതനെ നാം വിലയിരുത്താൻ. അത് ഈ ആധുനിക കാലത്ത് ജഹില് കൂടുതലുള്ള കാലഘട്ടമാണ്. ജഹില് ഇൽമില്ലാത്ത കാലഘട്ടമാണ്. വഹീനെ പറ്റിയുള്ള ഇൽമ കുറവും ജഹിലായ ഇൽമ കൂടുതലുമാണ് ഇന്ന്. അത് സലഫികളായാലും ഇന്ന് ലോകത്തിന്റെ സ്ഥിതി അതാണ്. ജഹില് കൂടുതലാണ്. രണ്ടാമത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണ് എന്ന് പരസ്യമായി വിശ്വസിക്കുന്നവരാണ് അവർ. അവിടെയാണ് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നയമില്ലാതായോ. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നയം എന്താണ്? അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി, ഇസ്രായേലി ജൂതായിസം. അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് പറയുന്നു. ഇസ്രായേലി ജൂതായിസം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വിചാരത്തിൽ ജനിച്ച പുത്രനാണെന്നും പറയുന്നു. ഇവർ രണ്ടാളും കൂടി മുസ്ലിമീങ്ങളെ കൊല്ലുന്ന കാര്യത്തിൽ ഒറ്റത്തട്ടിലാണ് താനും. നമ്മൾ ആലോചിച്ചൊക്കെ അവരുടെ ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ ആദർശ പാപ്പരത്വം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്ത്യാനിയും ജൂതനും കൂടി മുസ്ലിമിനെ കൊന്നൊടിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും നബിയുല്ലാഹി ഈസ എന്ന് പറഞ്ഞാൽ ആ മരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം അലൈഹിസ്സലാം എന്ന് പറയും. അതേ സന്ദർഭത്തിൽ ഒരു ജൂതനാണ് അത് കേട്ടതെങ്കിൽ ആ ജൂതൻ മൽഊൻ എന്ന് പറയും. ഒരു ക്രിസ്ത്യാനിയുടെ നാവിൽ നിന്ന് യേശു എന്ന് പറഞ്ഞാൽ, ഈസ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയും. ജൂതന്മാരോ മൽഊൻ, ശപിക്കപ്പെട്ടവൻ യേശു എന്നാണ് ഇപ്പോഴും പറയുക. അവരെ ദുആ അതാണ്, ഈസ ശപിക്കപ്പെട്ടവനാണ്, സിനായിൽ ജനിച്ച മകനായത്. ഇതന്നെയാണ് ഇറാനിയൻ ഷിഈയത്തിന്റെ ഭാഗവും. അബ്ദുല്ലാഹ് ഇബ്നു സബഅ മുതൽ ഇങ്ങോട്ട് പേർഷ്യ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഷീഈ സംവിധാനം, വർത്തമാന കാലഘട്ടത്തിലെ ഇറാൻ ഭരണകൂടം, അത് പേർഷ്യയാണ്. ആ ഭരണകൂടത്തിന്റെ ആധികാരിക തത്വം തന്നെ അതാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു വഹി നൽകേണ്ടത്. അത് ജിബ്രീൽ ചതിച്ചിട്ട് മുഹമ്മദിന് കൊടുത്തതാണ്. ഇതാണ് ജൂതന്റെ അടിസ്ഥാന വിശ്വാസം. ഇതൊന്നും കേരളക്കാർക്ക് കൂടുതൽ അറിയില്ല. അല്ലെങ്കിലും വേണ്ടത് അറിയാതിരിക്കുകയും വേണ്ടാത്തത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളക്കാരുടെ ഒരു പാരമ്പര്യ സ്വത്താണ്. കേരളക്കാരുടെ പാരമ്പര്യ പ്രകൃതമാണത്. വേണ്ടാത്തത് പഠിക്കുക, വേണ്ടുന്നത് പഠിക്കാതിരിക്കുക. അത് ഒരുപാട് കാലമായിട്ട് അങ്ങനെ തന്നെയാണത്. ഒരു ചരിത്രത്തിന്റെയും വരികൾക്കിടയിലുള്ള യാഥാർത്ഥ്യം അന്വേഷിക്കാൻ നമ്മൾ തയ്യാറല്ല. വർത്തമാനകാല വൈകാരികതയെ ആദർശവുമായി ബന്ധിപ്പിച്ച് സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ സപ്പോർട്ട് ഉണ്ടാക്കി തീർക്കുക എന്നുള്ള വലിയ ജഹാലത്ത് അത് ജൂതായിസമാണ്. അലി അല്ലാഹു തആല ആയിരുന്നു നബി ആവേണ്ടത്. അവസാനം പിന്നെ അവർ അലി അല്ലാഹു തആല നബിക്ക് പകരം അള്ളാഹു തന്നെയാക്കി, മുദബ്ബിറുൽ ആലമാക്കി. അലി അല്ലാഹു തആല മുദബ്ബിറുൽ ആലമാണ്. അള്ളാഹു അറിയാതെ കാര്യങ്ങൾ നടക്കുകയും അലി അല്ലാഹുവിനും അറിയാതെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന വിശ്വാസക്കാരാണ് അവര്. രണ്ടാമത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ സാനിയത്താണെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ആയിഷക്ക് റളിയല്ലാഹു എന്ന് പറയുന്നവരെല്ലാം വ്യഭിചാരത്തിൽ ജനിച്ച മക്കൾ എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നവരെല്ലാം വ്യഭിചാരത്തിൽ ജനിച്ചവരാണെന്നാണ് ഇന്നത്തെ ഇറാനിയൻ ഷീഈസത്തിന്റെ വിശ്വാസം. നമ്മൾ ഒന്നിക്കിൽ ആധുനിക രാഷ്ട്രീയത്തിന്റെ ചാവേറുകളാകുക, അല്ലെങ്കിൽ ആദർശത്തിന്റെ വാഹകരാകുക. ആദർശത്തിന്റെ വാഹകരായാൽ ഉമ്മാനേക്കാൾ, ഉപ്പാനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ അഷ്റഫുൽ ഖൽഖിനോടും കുടുംബത്തോടും സ്നേഹമുള്ളവരാവണം. ലാ യുമിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനീങ്ങളാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാകുന്നത് വരെ. മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വലദിഹി, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ഭൂലോകത്തുള്ള മുഴുവൻ മാലോകരേക്കാളും. അതേ കൂട്ടരെ, അതെ അല്ലാഹുവിന്റെ റസൂലിനോടും സഹാബത്തിനോടുമാണ് നമുക്ക് സ്നേഹമെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ ചരിത്രം ഈ രീതിയിലാവുമായിരുന്നില്ല.
മുജാഹിദീങ്ങളായ ആൾക്കാർ പോലും പറയും അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഉസ്താദെ. ഇപ്പൊ നിങ്ങളെ മനസ്സിലും തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആയിഷ ബിയെ പറ്റി ജൂതന്മാരിങ്ങനെ പറയുന്നു, അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഉസ്താദെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കാഫിറാണ് അവൻ. അപ്പൊ തന്നെ ഇസ്ലാമിന്റെ പുറത്തുപോയി അവൻ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഒരു അർത്ഥവും നൽകാത്തവനാണ് അവൻ. രണ്ടാമത്തെ ഷഹാദയെ പുച്ഛിച്ച് തള്ളുന്നവനാണ് അവൻ. അവരെ കൊണ്ട് മാത്രമേ അതൊന്നും ഇപ്പം പറയേണ്ട. അഷ്റഫുൽ മഹബത്ത് പറയാത്ത കാലം ഏതാണ്? കുടുംബത്തെ പറ്റിയുള്ള മഹബത്ത് പറയാത്ത കാലം ഏതാണ്? ഏതെങ്കിലും ഒരു കാലത്ത് മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും അത് ഇല്ലാതാകുമോ? അഷ്റഫുൽ മഹബത്തും സഹാബത്തിനോടുള്ള മഹബത്തും അതില്ലാതിരുന്നുകൊണ്ട് ഒരു ഈമാൻ ഉണ്ടോ, ഒരു ഇസ്ലാം ഉണ്ടോ? പോട്ടെ, വിട്ടേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തിന്റെ നാൾവഴികളെ സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്കുണ്ടാവണം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രായത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ജഹിലിന്റെ അനുയായികൾ എന്നുവെച്ചാൽ ശാസ്ത്രത്തിന്റെ ആൾക്കാരെന്നർത്ഥം. ജഹിലിന്റെ അനുയായികൾ ഇൽമിന്റെ അഹ്ലുകാരല്ല. ഇൽമിന്റെ അഹ്ലുകാർ വഹീന്റെ അഹ്ലുകാരാണ്, ഖുർആന്റെ സുന്നത്തിന്റെ ആൾക്കാരാണ്. ജഹിലിന്റെ അനുയായികളാണ് ശാസ്ത്രം. മോഡേൺ സയൻസ് ആയാലും അത് ഓൾഡ് സയൻസ് ആയാലും അതൊരു ജഹിലാണ്. ജഹിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഒന്ന് പറയും, ഇന്ന് വേറെ ഒന്ന് പറയും. സയൻസിൽ ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല. ഇന്നലെ പറഞ്ഞായിരിക്കില്ല ഇന്ന് പറയുക. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് എവല്യൂഷനിസ്റ്റക്കാർ അന്ന് പറഞ്ഞത് പരിണാമ സിദ്ധാന്തമാണ്. മിസ്റ്റർ ഡാർവിനെ പോലെയുള്ള ആൾക്കാർ അതിന്റെ ഉസ്താദുമാര്. പരിണമിച്ച് മാറിക്കൊരങ്ങിന്റെ വാല മുറിഞ്ഞിട്ട് ഇങ്ങനെ ആയതാണ് എന്നാ. ഇപ്പൊ അത് പോയി. ഇപ്പൊ ക്രിയേഷനിസക്കാരാണ്. എവല്യൂഷനിസത്തിന് ഇപ്പൊ അഡ്രസ് ഇല്ല. സ്കൂളുകളിലൊന്നും ഇപ്പൊ എവല്യൂഷനിസം പഠിപ്പിക്കാറില്ല. 1970, 80, 90 കാലഘട്ടത്തിലൊക്കെ എവല്യൂഷനിസം പഠിപ്പിച്ചിരുന്നു സ്കൂളിൽ. സയൻസ് പഠിപ്പിക്കുമ്പോൾ പരിണാമ സിദ്ധാന്തം ഇത് കുരങ്ങിന്റെ ഫോട്ടോ കൊടുക്കും സയൻസ് പുസ്തകത്തിൽ, മനുഷ്യന്റെ ഉപ്പുപ്പ എന്നും പറഞ്ഞിട്ട്. അതിപ്പോ ഇല്ല, അത് പോയി. ആ കാലം മാഞ്ഞു പോയി. ഇപ്പൊ ക്രിയേഷനിസമാണ്. അതായത് എല്ലാ സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതാണ് ആധുനിക സയൻസ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇൽമനുസരിച്ച് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രായത്തെ സംബന്ധിച്ചാണ്. ഇൽമനുസരിച്ച് ചരിത്രം പരിശോധിച്ചാൽ, താരീഖ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഏറി വന്ന റൗണ്ട് ഫിഗർ ആക്കിയാൽ 15,000 കൊല്ലമാണ് ഈ ഭൂലോകത്ത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രായം. 15,000 കൊല്ലത്തിനപ്പുറത്ത് ഇല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏറി വന്നാൽ 15,000 വയസ്സ്. അതിൽ കവിഞ്ഞുണ്ടാകാൻ ഒരു തരത്തിലും സാധ്യതയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഒന്നാമത്തെ മനുഷ്യൻ എന്ന് അംഗീകരിക്കുന്നവർക്ക് ഇത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഇനി ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട് മനുഷ്യന് എന്ന് പറയുന്ന കള്ളത്തരമാരുടെ വകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെ അതിഭൗതികവാദികളെ പോലെ ആധുനിക ചിന്താഗതിയുമായിട്ട് ഇസ്ലാമിനെ തട്ടിക്കാൻ വേണ്ടി മെനക്കിടുന്ന അല്പബുദ്ധികൾ ലക്ഷക്കണക്കിന് കൊല്ലം പാരമ്പര്യമുണ്ട് ഈ മനുഷ്യനെ എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ 1990 ഞാൻ കണ്ണൂർ സിറ്റി ജമാഅത്ത് കൊണ്ട് ഖത്തീബായിരിക്കുന്ന സമയം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ എന്തോ ഒരു സമ്മേളനം സ്കൂളിൽ വെച്ച് നടക്കുകയായിരുന്നു. ഖത്തീബ് എന്നുള്ള നിലയ്ക്ക് എന്നെ ആശംസാ പ്രസംഗത്തിന് വിളിച്ചു. 90 30 കൊല്ലം മുമ്പ് ഞാൻ ഈ രീതിയിൽ അന്ന് സംസാരിച്ചു. മനുഷ്യനെ സംബന്ധിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും മനുഷ്യന്റെ ആദർശത്തെ സംബന്ധിച്ചും വിശദീകരിച്ചു. ഈ വിഷയം അന്നേ ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ ഇടക്ക് കയറി പറയട്ടെ, ഞാൻ ഇന്ന് പറയുന്നതെല്ലാം പണ്ടേ പറയുന്നതാണ്. അതൊന്നും മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം പറയുന്നു തുടങ്ങിയതല്ല. 30-40 കൊല്ലം പഴക്കമുള്ള പറച്ചിലുകളാണ്. ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ സലഫിയ്യത്തിന്റെ മനഹജ് അനുസരിച്ച് പറയുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും സലഫി സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ പേരിലൊന്നും ആരും കെട്ടിച്ചമക്കേണ്ട ആവശ്യമില്ല. ഇവരാരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഇവരാരിൽ നിന്നും ഒരു ഹദീസ് പോലും ഞാൻ പഠിച്ചിട്ടുമില്ല. ഇന്ന് നിലവിലുള്ള സംഘടനകൾ ഉണ്ടല്ലോ കേരളത്തിൽ, KNM അതേപോലെയുള്ള സംഘടനകൾ, അവരോട് ഇന്നും പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ ആരുടെ ഒരു കഷ്ണ ഹദീസ് പോലും പഠിച്ചവരല്ല ഞാൻ. എനിക്ക് സലഫി മൻഹജിലുള്ള ഇൽമിന്റെ പാരമ്പര്യം പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ടാളോടാണ് കടപ്പാട്. ഒന്ന് സുബൈർ മങ്കടയോട്. പക്ഷെ സുബൈർ മങ്കടയുടെ ശിഷ്യന്മാരായ കുറെ കിതാബ് വേറികൾ എന്റെ ഇൽമളക്കാൻ വേണ്ടി മെനക്കിടുന്നതായിട്ട് അടുത്ത കാലത്തായിട്ട് കേട്ടു. സുബൈർ മങ്കടയെ ഞാൻ എതിർക്കാറില്ല. അദ്ദേഹത്തിന് ഞാൻ കുറെ ഇൽമ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്ത് വിമർശിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. എന്നെ എന്തും പറയാം അദ്ദേഹത്തിന്. അബ്ദുമൻ അല്ലമനി ഹർഫൻ വാഹിദ.
എനിക്കൊരക്ഷരം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾ അടിമയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം അസറുകളിൽ. അതുകൊണ്ട് തന്നെ സുബൈർ മങ്കട എന്നെ എന്ത് വിമർശിച്ചാലും അദ്ദേഹത്തിനെ ഞാൻ തള്ളിപ്പറയുകയില്ല. അദ്ദേഹത്തിന് ഇത് ഇൽമു പഠിച്ചതുകൊണ്ട്. പിന്നെ ഒരാളാരാണ്? സക്കരിയ സലാഹിയുടെ അവസാന കാലഘട്ടം. ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് യോജിപ്പില്ല. അവസാന കാലഘട്ടം കുറച്ചു കാലം അദ്ദേഹം ഇൽമു പറയാൻ തുടങ്ങി, സലഫിയത്തിന്റെ ഇൽമു പറയാൻ തുടങ്ങി. ഞാൻ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾ വരാനാണ് അബ്ദുർ റഊഫ് നദ്വി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പണ്ഡിതനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഈ മൂന്നാളുമായിട്ടാണ് എനിക്ക് ബന്ധം. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അംഗീകരിച്ചാലും. എന്നല്ലാതെ KNM ആയിട്ടോ SKSM ആയിട്ടോ ഇൽമിയായ ഒരു ബന്ധവും എനിക്കില്ല. അവരെന്നെ വാടക പ്രാസംഗിനെ പോലെ പ്രസംഗിക്കാൻ വിളിക്കും, ഞാൻ പ്രസംഗിക്കും, അതിൽ കൊഞ്ഞു വേറൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ പറ്റൂ. ഞാൻ 90-ലെങ്ങാനം കൊല്ലത്ത് വെച്ച് നടത്തിയൊരു പ്രസംഗമുണ്ട്. അന്നേ അറിയും പോലെ തൗഹീദ് പറയും. അസ്ബാബുകളിലേക്ക് അസ്ബാബുകളിലേക്ക് അസ്ബാബുകളെ ആശ്രയിക്കുക എന്നത് ശിർക്കാണ്. ഇത് പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടത്തും പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി, അസുഖം വന്നു, ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോവാന്നുള്ള നിലക്ക് ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർ മരുന്ന് കൊടുത്തു, അല്ലാഹു തആല ശിഫയാക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതേ സൂക്കേട് തന്നെ വന്നു. പെട്ടെന്ന് ഇന്ന ഡോക്ടർ മരുന്ന് വന്നിട്ടാണ് നമ്മുടെ സൂക്കേട് മാറിയത്, അതുകൊണ്ട് അവിടെ തന്നെ പോകാം എന്ന വിശ്വാസം അനുസരിച്ച് പോയാൽ ശിർക്കാണെന്ന് ഞാൻ പറയുന്നത് 90-ലാണ്. 2010 മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടുന്നത്. ഇത് 1990 കൊല്ലത്ത് വെച്ച് നടത്തിയൊരു പ്രസംഗമാ. 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട് ആ പ്രസംഗം. അതിലൊരു കഷ്ണം ഇവിടുത്തെ ജാറത്തിന്റെ ആൾക്കാരെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ആശുപത്രി പോക്ക് ശിർക്കാന്ന് ചൊല്ലി പറഞ്ഞു. അത് ഏറ്റു നടന്നു ഇവിടുത്തെ സെൽഫികൾ. അതായിരിക്കും വിഷമം. ഇവിടുത്തെ ജാറക്കാർ പറഞ്ഞാൽ എനിക്ക് പ്രയാസമില്ല. ജാറക്കാർ അത് പറയാനുള്ളവരാണ്. അവർ അടിസ്ഥാന ശത്രുക്കളാണ് തൗഹീദിന്റെ. അതേ അവസരത്തിൽ അന്നത്തെ അതായത് 2012 മുമ്പ് പിളരുന്നതിന് മുമ്പുള്ള അവരെ മൗലവി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഓൾ പ്രോഗ്രാം ക്യാൻസൽഡ് ആക്കിയ മംഗലാപുരക്കാർ. ഇതാണ് കാരണം. ഇപ്പൊ അടുത്ത കാലത്ത് അറിഞ്ഞത്. എന്താണ് ഞാൻ പറഞ്ഞത്? അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചുമാണെന്ന് സംസാര വിഷയം. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വയലായിരുന്നു അത്. അങ്ങ് സംഘടനാ പ്രസംഗമൊന്നുമല്ല, അത് വയലാണ്. മാലിയമായത്തിന്റെ അമ്പയലാണ് ഞാൻ അള്ളാഹുവിനെ പറ്റി പറയുന്നത്. ഉള്ള അറിവ് വെച്ചിട്ട്, ആ ഉള്ള അറിവ് വെച്ചുകൊണ്ട് പറഞ്ഞതിനെ സലഫി പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്താറുണ്ട്. ഞാൻ 1994 പിന്നെ തിരുവനന്തപുരം പാളയംപള്ളിയിൽ വെച്ച് നടത്തിയൊരു പ്രസംഗം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതില് ബദറിൽ അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്തത് അള്ളാഹിനോട്, അബൂജഹൽ കഅബത്ത് നിന്ന് ദുആ ചെയ്തത് അള്ളാഹിനോട്. എന്താണ് പിന്നെന്തിനാണ് ബദർ ഉണ്ടായത് അന്ന് പറഞ്ഞ സംഭവങ്ങളാണത്. അബൂജഹൽ ദുആ ചെയ്ത അള്ളാഹിനോടാണ്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ 1000-ഓളം വരുന്ന പട്ടാളത്തെ വെച്ചുകൊണ്ട് ദുആ ചെയ്തത്. ബദറിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് 313 സഹാബാക്കളെ വെച്ചുകൊണ്ട് ദുആ ചെയ്തതും അള്ളാഹുവിനോട് തന്നെ. പിന്നെ എന്തിനാ ബദറുണ്ടായത്? ബദറുണ്ടായത് അള്ളാഹിനോട് വിളിച്ചു ചോദിച്ചുകൊണ്ടല്ല. അബൂജഹലിന്റെ ഈമാൻ അനുസരിച്ച് അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തേണ്ടത് ഔലിയാക്കളെ ബർക്കത്തോടെ. അഷ്റഫുൽ ഖൽഖിന്റെ ദുആയിൽ അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, അള്ളാഹിനോടൊപ്പം വേറെ ഒരാളും ഇല്ലാതെ. ഇതാണ് വ്യത്യാസം. ആ മാത്രം എന്ന പ്രയോഗത്തിനാണ് ബദർ യുദ്ധം ഉണ്ടായത്. അഷ്റഫുൽ ഖൽഖ് മാത്രം എന്ന് പറഞ്ഞു, അബൂജഹൽ മാത്രം എന്ന് പറഞ്ഞില്ല. ലാത്തനെയും ഉസ്സനെയും ഒക്കെ കൂട്ടി. അതന്നെ ഇതും നടന്നുകൊണ്ടിരിക്കുന്നത്. അബൂജഹലിന്റെ അനുയായികൾ എന്ന് പറയുന്നു അള്ളാഹ് തന്നെയാണ് നടത്തേണ്ടത് മോദീശക്കങ്ങളുടെ വർക്കത്തോടുകൂടി. സലഫികൾ പറയുന്നു അള്ളയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, മോദീശക്കങ്ങൾക്ക് യാതൊരു ഇടപെടില്ല. എന്താ വ്യത്യാസം? ഖുറൈശി കാലഘട്ടവും നമ്മുടെ ഇന്ന് 1994 അന്ന് പ്രസംഗിച്ചതിനെ നമ്മുടെ ബഹുമാന്യനായ അനസ് മൗലവി, എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ. ആ അനസ് മൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്റെ ഈ പ്രസംഗം എടുത്തിട്ട് ഒരു സുന്നി പണ്ഡിതന്റെ തൗഹീദ് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആരുമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ. എന്നിട്ടും ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും എന്നോട് വിളിച്ചിട്ട് ഒരു വിശദീകരണവും കൂടി ആവശ്യപ്പെടാതെയാണ് മംഗലാപുരത്തുനിന്ന് ഓൾ പ്രോഗ്രാം ക്യാൻസലിന്റെ മെസ്സേജ് വന്നത്. എന്നുവെച്ചാൽ എന്റെ പിറകിലെ വികാരം എന്തൊക്കെയെന്ന് എനിക്കെന്നറിയാം. ഞാൻ ഇത് പറയേണ്ടി വന്നത് എന്താണെന്നറിയുമോ? പല വിഷയങ്ങളും ഇന്ന് പറയുന്നതല്ല, ഇന്നലെയും പറയുന്നതല്ല, 30, 40, 50 കൊല്ലം പഴക്കമുള്ള വിഷയങ്ങളാണ് നിങ്ങളെ അറിയിക്കാനാ. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകന്മാർ മനസ്സിലാക്കി പോകരുത് ഞാൻ ഈ പറയുന്നതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പഠിച്ചതാണെന്നല്ല. പണ്ട് പഠിച്ചതിനെ മൻഹജു സലഫ് അനുസരിച്ച് പറയുന്നു. പണ്ട് അതും പറയും, ഒന്നിച്ച് ശീയത്തും പറയും, അല്ലെങ്കിൽ അശരീയത്തും പറയും, കഥകൾ പറയും. ഇന്ന് കഥകൾ പറയാറില്ല, പ്രമാണം മാത്രമേ പറയാറുള്ളൂ. അതാ വ്യത്യാസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രായം അളക്കാൻ കുറെ കാലം ഒന്നും വേണ്ടിയില്ലല്ലോ. നമുക്ക് സാധാ പോലെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ പോരെ.
ഈ 2026 നിന്ന് തൊട്ടടുത്ത പ്രവാചകനായ ഈസ നബിയിലേക്ക് സഞ്ചരിച്ചെത്താൻ 2026 കൊല്ലല്ലേ വേണ്ടുള്ളൂ. എന്നുവെച്ചാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു പോയിട്ട് 2026 കൊല്ലേ ആയിട്ടുള്ളൂ. തൊട്ടടുത്ത മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ 2024 4000 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. BC 2000 അല്ലേ മൂസാ നബിന്റെ കാലം. തൊട്ടടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം BC 4000. ഈ രണ്ടും കൂടി കൂട്ടി 6000 കൊല്ലത്തെ പഴക്കല്ലേ ഇബ്രാഹിം നബിക്കുള്ളൂ. തൊട്ടടുത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം BC 7000 ആണെന്ന് എല്ലാവരും പറയുന്നു. ഇൽമിന്റെ അഹ്ലുകാരും പറയുന്നു, സയൻസിന്റെ അഹ്ലുകാരും പറയുന്നു, ഹിസ്റ്ററിയുടെ അഹ്ലുകാരും പറയുന്നു. എങ്കിൽ BC 7 ഈ AD രണ്ടും കൂടി കൂട്ടി 9000 കൊല്ലല്ലേ നൂഹ് നബി വന്നിട്ടായിട്ടുള്ളൂ. നൂഹ് നബി എത്രാമത്തെ റസൂല? 1ാമത്തെ റസൂലല്ലേ. 313ാമത്തെ റസൂൽ മുഹമ്മദ് നബി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 4ാമത്തെ നബി. 1ാമത്തെ നബി ആദം, 2ാമത്തെ നബി ഇദ്രീസ്, 3ാമത്തെ നബി ശീസ് അല്ലേ. 4ാമത്തെ നബി അല്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബി എത്രാമത്തെ നബിയാ? 1,23,996ാമത്തെ നബിയാണ് മുഹമ്മദ് നബി. അപ്പൊ ആദം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അഷ്റഫുൽ ഖൽക്കിലേക്ക് എത്താൻ എത്ര കൊല്ലം എടുത്തിട്ടുള്ളൂ? വെറും 7500 കൊല്ലമേ എടുത്തിട്ടുള്ളൂ. ചരിത്രരേഖ, ഖുർആന്റെ പ്രമാണം 7500 കൊല്ലമാണ് ആദം നബിന്റെ അഷ്റഫുൽ ഖൽക്കിന്റെയും നൂഹ് നബിന്റെയും കാലത്തിന്റെ ഇടയിൽ. ഇനിയിപ്പോ നമുക്ക് നൂഹ് നബിയിൽ നിന്ന് ആദം നബിയിൽ എത്തിയാ പോരെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 4ാമത്തെ നബി, ശീസ് നബി 3ാമത്തെ നബി, ഇദ്രീസ് നബി 3ാമത്തെ നബി, ഇദ്രീസ് നബി, ശീസ് നബി 2ാമത്തെ നബി, 1ാമത്തെ നബി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞിട്ട് എത്ര ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ടാണ് നൂഹ് നബി വന്നത് നിങ്ങളുടെ വിശ്വാസം? അപ്പൊ പിന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രായം ഈ ലക്ഷക്കണക്കിന് കൊല്ലമിന്റെ കള്ളത്തരം ആര് പറഞ്ഞതാണ്? വളരെ കൃത്യമായിട്ട് ചരിത്രം. ഞാൻ എന്തായാലും ഇത് പറഞ്ഞതറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ പറ്റി, കാലത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ ചരിത്രം പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിനെ അംഗീകരിച്ചവരൊഴികെ, വഅമിലു സാലിഹാത്ത്, പ്രവാചകന്റെ റിസാലത്ത് അംഗീകരിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, അതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരൊഴികെ, വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളും മുഴുവനും ക്ഷമിക്കുന്നവരൊഴികെ. അല്ലേ അല്ലാഹു തആല സൂറത്തുൽ അസ്റിൽ കാലത്തെ ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞത്. അപ്പൊ ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നൂഹ് നബിയിലേക്ക് എത്താൻ അതിന്റെ ശൈശവഘട്ടം, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഏതാണ്ട് പരിശോധിച്ചു നോക്കിയാൽ ഒരു 3000-ഓ 4000-ഓ കൊല്ലത്തിന്റെ ഗ്യാപ്പ്, 10 തലമുറ ആദം നബിന്റെയും നൂഹ് നബിന്റെ ഇടയിൽ. ആ തലമുറ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ്. അതാണ് ആകാശത്തിൽ വെച്ച് അല്ലാഹു കൊടുത്ത ഷഹാദ. വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുരിയതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. റബ്ബിക്കും അലസ്തു ബിറബ്ബിക്കും, അന്ന് ഇലാഹല്ല റബ്ബാണ്. അന്ന് റബ്ബാണ് ചർച്ച. ആകാശ ലോകത്ത് ഇലാഹിനെ പറ്റിയുള്ള ചർച്ചയേ ഇല്ല. ഭൂമിയിലെത്തി ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കാൻ തുടങ്ങി. റബ്ബിനെ പറ്റിയാണ് ചർച്ച. എന്താണ് റബ്ബ്? അൽ മാലിക് വൽ ഖാലിഖ് വൽ മുദബ്ബിർ, ഈ പ്രപഞ്ചമഖിലാണ്ടത്തെയും നിർമ്മിച്ചവൻ, ഉടമപ്പെടുത്തുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. അടുക്കള തൊട്ട് അങ്ങാടി വരെ നിയന്ത്രിക്കേണ്ടത് അല്ലാഹുവാണ്. അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം നിയന്ത്രിക്കേണ്ടത് അല്ലാഹുവാണ്. ഭൂമി തൊട്ട് ആകാശം വരെ നിയന്ത്രിക്കേണ്ടത് അല്ലാഹുവാണ്. അതാണ് ഖാലു റബ്ബുനല്ലാഹ് എന്നുള്ള വാക്കിന്റെ മായന. ആ രീതിയിൽ ജീവിച്ചോളാം എന്നാണ് അല്ലാഹു തആലക്ക് കരാറ് കൊടുത്തത് മനുഷ്യൻ. 11ാമത്തെ തലമുറ അള്ളാഹ്ക്ക് കൊടുത്ത റുബൂബിയത്തിനുള്ള ഷഹാദ ബാത്തിലാക്കി. ആ ബാത്തിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് 5 ഔലിയാക്കളുടെ ജാറങ്ങൾ. അതുമുതൽ ഇങ്ങോട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി അയച്ചു. എന്താണ് നൂഹ് നബി പറഞ്ഞു? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇലാഹ് എന്ന ചർച്ച വരുന്നത് നൂഹ് നബിന്റെ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഇതൊന്നും പറയേണ്ടി വന്നിട്ട് കഴിയുമ്പോ റസൂലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ റസൂലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തോടു കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച. അപ്പം ആകാശ ലോകത്ത് റുബൂബിയത്തിന് കൊടുത്ത ഷഹാദ ഉലൂഹിയത്തിന്റെ ഷഹാദത്താക്കി മാറ്റി അല്ലാഹു തആല നൂഹ് നബിന്റെ കാലഘട്ടത്തോടു കൂടി. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പകർത്തണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന പ്രശ്നമില്ല. അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അതെങ്ങനെ തെളിയിക്കും? അശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്, നൂഹ് നബി പറയുന്നത് പോലെ തെളിയിക്കും. എന്താണ് നൂഹ് നബി പറഞ്ഞത്? നിങ്ങളൊരു കാരണവശാലും ജാറത്തിൽ പോകാൻ പാടില്ല. അതാണ് നൂഹ് നബി പറഞ്ഞത്.
ഒരു കാരണവശാലും ജാറത്തിൽ പോകാൻ പാടില്ല. അപ്പൊ അവര് പ്രസംഗം വെച്ചു നാം ഉച്ചക്ക് സംസാരിച്ചതുപോലെ അവരെ പണ്ഡിതന്മാരെല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നൂഹ് ജാറത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ജാറക്കാർക്കൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്, കളവാണ്, ജൂതനാണ്, ഭ്രാന്തനാണ്, നൊസനാണ്. അതുകൊണ്ട് നൂഹ് പറയുമ്പോൾ നിങ്ങൾ കേൾക്കരുത്, ലാ തദറുന്ന ആലിഹത്തക്കും ലാ തദറുന്ന അർബാബക്കും എന്നല്ല അവിടെ പറഞ്ഞത്, ലാ തദറുന്ന ആലിഹത്തക്കും. അപ്പൊ ഇലാഹ് എന്ന വാക്കിന്റെ മഅന ഇവസായിത്ത്, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയ്ക്ക് നിർത്തുന്നവർ, അതാണ് ഇലാഹുകൾ. അപ്പൊ ലാ ഇലാഹ, അങ്ങനെ ഇടയ്ക്ക് നിർത്തുന്ന ഒരാളെ ഞാൻ അംഗീകരിക്കുകയില്ല. ഇല്ലല്ലാഹ്, അള്ളാഹിനെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ജീവിച്ച് തെളിയിച്ചോളാമെന്ന് അള്ളാഹ് കരാറ് കൊടുത്തത് നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ കരാറ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെ? നൂഹ് നബിക്ക് നൽകുന്ന ശരീഅത്ത് അനുസരിച്ച്. കാലം പിന്നെയും മുന്നോട്ട് പോയി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇതന്നെയാണ് ചർച്ച. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ചർച്ച. ഞാൻ അള്ളാഹിനെ അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഔലിയാക്കളെയും അംഗീകരിക്കുന്നു. അത് പറ്റൂല എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. ഇന്നി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇത് ഖാലലി ഖൗമി അബീഹി വഖൗമിഹി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാനോടും ആ നാട്ടുകാരോടും പറഞ്ഞത് എങ്ങനെയാ? നിങ്ങൾ ഈ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് ഞാനില്ല, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇല്ലല്ലദീ ഫതറനി, എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച അല്ലാഹു അല്ലാതെ വേറൊരാളെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. വാപ്പ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഔലിയാക്കടുത്ത് പോകുന്ന പ്രശ്നമില്ല, ഈ ജാറങ്ങളടുത്ത് പറ്റിയില്ല ഹദർത്തി പറയുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു ബാപ്പ പറഞ്ഞു, എടാ കുരുത്തം കെട്ടവനല്ല, അർജുമന്നൊക്കെ വലിയ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും, നീ കുരുത്തം കെട്ടവനാണ്. ബാപ്പ മോനോട് പറഞ്ഞ വാക്ക് ഖുർആനാ പറയുന്നത്. കാലഘട്ടം പിന്നെയും മുന്നോട്ട് പോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും പറയേണ്ടി വന്നത് അത് തന്നെയാണ്. അള്ളാഹു റബ്ബ് എന്നല്ല പറയേണ്ടി വന്നത്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നാ പറയേണ്ടി വന്നത്. ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞത്. ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവാചകനും വന്നിട്ടില്ല. റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞിട്ടേ പ്രവാചകന്മാർ വന്നിട്ടുള്ളൂ. ഇല്ല, ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല. റബ്ബ് അള്ളാഹു അല്ലാതെ റബ്ബില്ല എന്ന് പറയേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാ കാലഘട്ടത്തിലെയും ജനം അള്ളാഹുവിനെ റബ്ബായിട്ട് കാണുന്നവരാണ്, അന്നും ഇന്നും. പിന്നെ എവിടെയാണ് പ്രശ്നം? ആ അള്ളാഹുവിനെ കിട്ടാൻ ഔലിയാക്കളെ ഇടയ്ക്ക് വെക്കണം. അതാണ് ഇലാഹുകൾ. ആ ഇലാഹിനെ ഞാൻ അംഗീകരിക്കൂല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂലോകത്ത് ജനിച്ചു വരുന്നു. ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാൻ. നാം പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെ ജീവിച്ചത് ഏത് മതക്കാരനായിട്ടാണ്? 40ാമത്തെ വയസ്സിലാണല്ലോ വഹി കിട്ടുന്നത്. എന്താണ് വഹി? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അല്ലെങ്കിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് വഹിയുടെ ആരംഭം. അത് സംഭവിക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. അതോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഉമ്മ പ്രസവിച്ച ഉടനെ അല്ലാഹു തആല നബിയാക്കിയോ റസൂലുള്ളാഹി തങ്ങളെ, മുഹമ്മദ് റസൂലുള്ളാഹിയെ? ഫിൽ മഹ്ദി സബിയ, കുട്ടിപ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഈസ നബി നബിയാക്കിയിട്ടുണ്ട് അല്ലാഹു തആല. തൊട്ടിലിൽ വെച്ച് തന്നെ നബിയാണ് സംസാരിക്കുന്നത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ സമുദായത്തോട്, ഉലമാക്കളോട്, സംഘടനക്കാരോടെല്ലാം ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം, അഷ്റഫുൽ ഖൽഖ് 40 വയസ്സ് വരെ ഏത് മതക്കാരനായിരുന്നു? അതോ ഒരു മതമില്ലാത്ത വിമതനായിരുന്നോ? ഒരു മതവുമില്ലാത്ത 0 മതക്കാരനായിരുന്നോ മുഹമ്മദ് റസൂലുള്ളാഹ്? 40 വയസ്സ് വരെ സീറോവിൽ ജീവിച്ച ആളാണോ മുഹമ്മദ് റസൂലുള്ളാഹ്? എന്താണ് നാം പഠിച്ചു വെച്ചിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദിയത്താണെന്ന് നാം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ആരാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം, പരമ്പര ആദമു തൊട്ട് അദ്നാൻ വരെ, അദ്നാൻ തൊട്ട് ഇസ്മായിൽ വരെ, ഇസ്മായിൽ തൊട്ട് അബ്ദുള്ള വരെ, ഇത് കൃത്യമായൊരു രേഖ ഒരു നമുക്കുണ്ടാവണം. അത്ര പ്രബലമായിരിക്കണം മുഹമ്മദ് റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുമാർ പറയാൻ പറ്റൂല. ഈ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്ന മുസ്ലിമീങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട വിഷയം,
ഈ മുഹമ്മദ് മുസ്തഫ, മുമ്പുള്ള കഥകൾ കൂടി സമയം കളയണ്ട, ഈ മുഹമ്മദ് മുസ്തഫ ആമിന ബീവിയുടെ, ആമിനയുടെ അബ്ദുള്ളാന്റെ മോനായിട്ട് ജനിച്ച് വീഴുന്നത് ഏത് മതത്തിലാ? ഇവിടെ ചിലര് പറയും പോലെ ഹിന്ദു മതത്തിലാണോ? ഇവിടുത്തെ ജാറക്കാരെന്താ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് വരുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയുള്ള ഒരു സമൂഹത്തിലേക്കാണ്. എന്നുവെച്ചാൽ ഖുറൈശികൾ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണ്. പ്രസംഗം കേട്ടിട്ടുണ്ടാവും. അത് എന്തിനാ തന്നെ അവരങ്ങനെ പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ ശിർക്കുമായി ബന്ധപ്പെട്ട ആയത്ത് ഇവിടുത്തെ ഖുറാഫികളോട് സലഫികൾ പ്രസംഗിക്കുമ്പോൾ അതിനെ ഗണ്ണിക്കാനാണ് അവർ പറയുന്നത്. നിങ്ങൾ മുശ്രിക്കീങ്ങളായ അന്നത്തെ മുശ്രിക്കുകൾ ഇറങ്ങിയ ആയത്ത് എന്തിനാ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ കബറാളികൾ പറയാറുണ്ട്, പണ്ടേ ഇവിടുത്തെ ജാറക്കാർ പറയാറുണ്ട്. അവർക്ക് ഞങ്ങള് മുസ്ലിമാണ് എന്ന് സ്വയം അവർക്ക് പറയണം. എന്നിട്ട് വേണം ഈ പ്രസംഗത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വന്ന ആ സമൂഹം, ആ ഖുറൈശി സമൂഹം ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണോ? ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസം പോലെയുള്ള വിശ്വാസികളാണോ? ആ ഹിന്ദു മതത്തിലാണോ മുഹമ്മദ് നബി ജനിച്ചു വന്നത്? അത് ശരിക്കും പഠിച്ചേ പറ്റും, മനസ്സിലാക്കി പറ്റും. അങ്ങനെ ഒളിപ്പിച്ചെന്ന സംഗതി നടക്കൂല. കാരണം മുഹമ്മദ് മുസ്തഫ തങ്ങൾ 40 വയസ്സ് വരെ സംശുദ്ധമായ ജീവിതം നയിച്ചാളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരമ പരിശുദ്ധമായിരുന്നു. കൃത്യമായിട്ട് കഅബാലയത്തിനടുത്ത് നിസ്കരിക്കുമായിരുന്നു. ഇബ്രാഹിം ശരീഅത്തനുസരിച്ച് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കൃത്യമായിട്ട് ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുറൈശികളെ പോലെ, അബൂ ജഹൽ, ഉത്ബത്ത്, ശൈബത്തിനെ പോലെ കൃത്യമായിട്ട് അവർ ഹാജിമാർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ചോദിച്ചത്, ജഅൽതും സിഖായത്തൽ ഹജ്ജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അജഅൽതും, നിങ്ങൾ ആക്കിക്കളഞ്ഞോ, സിഖായത്തൽ ഹജ്ജി, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ള ആ ഇബാദത്ത്, ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാം പരിപാലിക്കുക എന്ന ജോലിയും നിങ്ങൾ ആക്കിക്കളഞ്ഞോ, കമൻ ആമന ബില്ലാഹ്, അല്ലാഹ് മാത്രം എന്ന് അംഗീകരിക്കുകയും ആഖിറത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നത് പോലെ അവരെ പോലെയാണ് ഇവര് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അല്ലാഹുവിന് രണ്ടും ഒരുപോലെയല്ല. അവിടെ സിഖായത്തുൽ ഹജ്ജ്, ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞത് അബൂ ജഹൽ, ഉത്ബത്ത്, ശൈബത്തിനെ പറ്റിയാണ്. അവരാണ് പരിപാലകരെന്ന്, കഅബാലയത്തിന്റെ പരിപാലകരാണ്. അവരാണ് മസ്ജിദുൽ ഹറാമിന്റെ പരിപാലകരെന്ന്. അന്നത്തെ മുത്തവല്ലി അബൂ താലിബാണ്. അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബാണ് കഅബാലയത്തിന്റെ മുത്തവല്ലി. അബൂ താലിബാണ് മുത്തവല്ലി. അബൂ താലിബാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അബൂ താലിബാണ് നോമ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമൂഹത്തെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. അവർ കഅബാലയത്തെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട്, മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നുണ്ട്. ഹാജിമാര് ഹജ്ജിന്റെ സമയം വന്നാൽ അവർക്ക് മക്കത്ത് മിനായിലൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലി അന്നൊന്നും മുഹമ്മദ് റസൂൽ ജനിച്ചിട്ടേ ഇല്ല കൂട്ടമേ. പക്ഷെ ഇസ്ലാമിന്റെ മുഴുവൻ അമലുകൾ വന്ന് നടക്കുന്നുണ്ട്. അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ സലഫിയത്തിനെ തകർക്കാനുള്ള ഷീഈ വിഭാഗത്തിന്റെ തന്ത്രമാണ്. നടക്കൂലാണ് നമ്മൾ പറയുന്നത്. ഈ സമൂഹം അത് തിരിച്ചറിയണം. പ്രത്യേകിച്ച് പുതിയ തലമുറ അത് തിരിച്ചറിയണം. മക്കത്തെ മുശ്രിക്കുകൾ ഇവിടുത്തെ ഹിന്ദു മതക്കാരെ പോലെയല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പോലെയോ അല്ല, ഇവിടുത്തെ ജൂതന്മാരെ പോലെയോ അല്ല, ഇവിടുത്തെ കബറാളികളായ പാരമ്പര്യ മുസ്ലിമീങ്ങളെ പോലെയാണ് മക്കത്തെ മുശ്രിക്കുകൾ. അവിടെ അല്ലാഹു തആല ഒരിക്കലും അവർ പാരമ്പര്യക്കാരെന്നുള്ള എനിക്ക് മുസ്ലിം എന്ന് അഭിസംബോധന ചെയ്തില്ല, മുശ്രിക്ക് എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ ജാറക്കാരായ ഇന്നത്തെ മുസ്ലിമീങ്ങളെയും മുശ്രിക്കിനെ വിളിക്കാൻ പറ്റുള്ളൂ, മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂല. അത് ചരിത്രത്തിനോട് കാണിക്കുന്ന വൃത്തികേടാ. അത് സലഫി പണ്ഡിതന്മാർ പോലും അത് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ നിങ്ങൾ അബൂജഹലിനെ ന്യായീകരിക്കേണ്ടി വരും. ഇന്നത്തെ ജാറത്തിൽ പോകുന്നവർക്ക് ഉസ്റുബിൽ ജഹലിനെ കൊണ്ടിട്ട് അവരാവാം എന്നാണെങ്കിൽ അന്ന് അബൂജഹലും ആവാമെന്ന് തീരുമാനിക്കാമായിരുന്നു. അബൂ താലിബ് നരകത്തിലേക്കാന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഉസ്റുബിൽ ജഹലുകാർക്ക് എന്ത് അധികാരമുള്ളത് അബൂജഹലിനെ നരകത്തിലേക്ക് അയക്കാൻ, ഖുറൈശികളെ നരകത്തിലേക്ക് അയക്കാൻ എന്ത് വകുപ്പാണുള്ളത്? ഇന്നത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുശ്രിക്കല്ലെങ്കിൽ ഖുറൈശികൾ എങ്ങനെയാണ് മുശ്രിക്കാവുക? അല്ലാഹു തആല അവരെ മുശ്രിക്കെന്നല്ലേ പറഞ്ഞത്. കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞത് ഖുറൈശികളെ സംബന്ധിച്ച്. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, അവർ മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫ് ഇരിക്കുന്നവരാണ്, അവർ കൃത്യമായിട്ട് ഹജ്ജ് ചെയ്യുന്നവരാണ്, കൃത്യമായിട്ട് ഉംറ ചെയ്യുന്നവരാണ്. അവർ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്നുള്ള തൽബിയത്ത് പറയുന്നവരാണ് അവര്. ഇതെല്ലാം റസൂൽ വഹദകൾ നമുക്ക് വകവെച്ച് തന്നിട്ടുണ്ട്. എങ്കിൽ ഹിന്ദുക്കളായ ഒരു കൂട്ടക്കാര് ചെയ്ത അമല് റസൂൽ വകവെച്ച് തന്നെന്നാണോ പറയേണ്ടത്? ധൈര്യമുണ്ടോ പറയാൻ? റളിയല്ലാഹു തആല അൻഹു മദീനയിൽ എത്തിയപ്പോൾ അഷ്റഫുൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ജാറ മുസ്ലിമിയായ കാലം, ഇന്നത്തെ ഷീഈ മുസ്ലിം
അന്നത്തെ ജാറ മുസ്ലിം. ആ കാലഘട്ടത്തിൽ യാ റസൂലല്ലാഹ്, ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം ഇഅ്തികാഫ് നേർച്ചയാക്കിയിരുന്നു. മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരുന്നു. ആ നേർച്ച ഞാൻ വീഴണോ നബിയെ? മനസ്സിലാക്കണം, തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാ പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ, കുത്തിബെത്തി അവസ്ഥ, മൗലൂദി അവസ്ഥ, റബീഉൽ അവ്വൽ അവസ്ഥ, ജാറ അവസ്ഥ, ഇലാഹ നടത്തിയ അവസ്ഥ, യാ ഗൗസിയ മുഹിദ്ദീൻ അവസ്ഥ. ഖുറൈശികൾക്കുള്ള അതേ അവസ്ഥയാണത്. അതാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞാൻ ജാഹിലിയ്യ കാലത്ത്, എന്ന് വെച്ചാൽ എന്റെ പാരമ്പര്യ കാലം, ഞാൻ പാരമ്പര്യ മുസ്ലിമായി ജീവിക്കുന്ന കാലം, അന്ന് ഞാൻ കഅബത്തിൽ പോയി നിസ്കരിക്കുകയും ചെയ്യും, കള്ളുഷാപ്പിൽ പോയിട്ട് കള്ളു കുടിക്കുകയും ചെയ്യും. പറഞ്ഞ വിഷയമാണ്. അന്ന് ഞാൻ തവാഫ് ചെയ്യാൻ കഅബത്തിലേക്ക് പോകും, വരുന്ന വരവിന് പോകുന്ന പോക്കിന് ക്ലബിൽ കയറിയിട്ട് കളിക്കുകയും ചെയ്യും, ചൂതാട്ടം നടത്തുകയും ചെയ്യും. പറഞ്ഞ വിഷയമാണ്. പറഞ്ഞ വിഷയമാണ് കൂട്ടരെ. എന്താ എതിർപ്പ്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കൃത്യമായി ജീവിക്കുന്ന ആളായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. അത്ര വിഡ്ഢിയല്ല ഇവർ പറയും പോലെ. ഇവിടുത്തെ ഷീഖയും വല്ലമാരും ഉമയ്യല്ലാഹുവിനെ വിഡ്ഢിയാക്കുന്നു. എന്താ കാര്യം അറിയോ? ഉമയ്യല്ലാഹുവിന്റെ തനതായ ചരിത്രം ലോകത്തോട് പറഞ്ഞാൽ ഇവരാണ് ആ ഉമയ്യല്ലാഹുവിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനുയായികൾ എന്ന് പറയേണ്ടി വരും. അത് പറയാതിരിക്കാനാണ് ഉമയ്യല്ലാഹുവിനു വെറുതെ വിഡ്ഢി ലോകത്ത് ജീവിച്ചാണ് അത് സ്ഥാപിക്കാൻ നിൽക്കുന്നത്. ഒരിക്കലും അല്ല. നല്ല അറബി പണ്ഡിതനാണ്, അറബി പണ്ഡിറ്റാണ്, നല്ല ചിന്തകനാണ്, സാമർഥ്യമുള്ള ആളാണ് റളിയല്ലാഹു തആല അൻഹു, ശൗര്യമുള്ള ആളാണ് റളിയല്ലാഹു തആല അൻഹു. ആ റളിയല്ലാഹുവിനെ ലോകത്തെ മോശക്കാരാക്കിയത് ഇറാനിയൻ ജൂതന്മാരാണ്. ആ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നത് അബൂലുലുവത്തുൽ ഫൈറൂസി. ഈ അബൂലുലുവത്തുൽ ഫൈറൂസിന്റെ ജാറം ഇന്ന് തെഹ്റാനിലുണ്ട്. റളിയല്ലാഹുവിനെ കൊന്ന കൊലയാളിക്ക് ജാറമുണ്ട്. ഇലാ ഹദ്റത്തി ഫൈറൂസി അൽ ഫാത്തിഹ. ഉളുപ്പുണ്ടോ കൂട്ടരെ ഷിയാക്കളെ അംഗീകരിക്കാൻ, ഷിയാക്കളെ പറ്റി നല്ലത് പറയാൻ? അവർ കാഫിര്യങ്ങളും മുശ്രിക്കീങ്ങളും നരകവാസികളും അല്ലെങ്കിൽ പിന്നെ ആരാണ് ഷിയാക്കൾ? എന്തിനാണ് അവർ തെഹ്റാനിൽ റളിയല്ലാഹു തആല കൊന്ന കൊലയാളിക്ക് ജാറം ഉണ്ടാക്കിയത്? ഇപ്പോഴും ഇല്ലേ ജാറം? ഇപ്പോഴും അവിടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ കർബലയിൽ പോകുന്ന അതേപോലെ തന്നെ. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ എനിക്ക് എന്റെ പറ്റും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലായി തുടങ്ങി. ഇപ്പൊ എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യം തോന്നുന്നില്ല. സലഫികൾക്കൊക്കെ ഏതാണ്ട് കാര്യം മനസ്സിലായി തുടങ്ങി തോന്നുന്നു. ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും 3 സംഘടനാ ഗ്രൂപ്പുകളും 4 തരീഖത്ത് ഗ്രൂപ്പുകളുമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. 4 സലഫി തരീഖത്ത് ഗ്രൂപ്പുകൾ, ഓരോ ഷെയ്ഖും കുറെ കിതാബ് വേറികളായ മുരീദന്മാരും, പിന്നെ 3 സംഘടനകളും. ഇവരെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനെ പായസം വെച്ചത് കുടിക്കുന്നത്. സലഫിയത്തിന്റെ അഡ്രസ് വിട്ടേക്കിന്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. 2026 100 കൊല്ലം പൂർത്തിയായി. 2050 അപ്പുറം ഈ സംവിധാനം ഒന്നും പോകില്ല, എല്ലാം തീരും. പുതിയ സംവിധാനം ഇൻഷാ അല്ലാഹ് വരും ഉമ്മത്തിലേക്ക്. പുതിയ സംവിധാനം, മൻഹജുൽ സലഫ് അനുസരിച്ച് പുതിയ സംവിധാനം വരും. ബഹുമാനപ്പെട്ടവർ റളിയല്ലാഹു തആല അൻഹു അതാണ് ചോദിച്ചത്, ഞാൻ ആ ഇത്തികാഫ് പൂർത്തിയാക്കണോ നബിയെ? ഞാൻ പണ്ട് ജാറത്തിന്റെ ആളായിരിക്കുന്ന കാലമാണ്. റളിയല്ലാഹുവിന്റെ പ്രത്യേകത, റളിയല്ലാഹു തആല അൻഹു ഔലിയാക്കളോട് വല്ലാത്ത സ്നേഹമുള്ള ആളായിരുന്നു. ഔലിയാക്കളോട് അതിരില്ലാത്ത സ്നേഹമുള്ള ആളായിരുന്നു റളിയല്ലാഹു തആല അൻഹു. ആ ഔലിയാക്കൾ ആര് കുറ്റം പറഞ്ഞാലും റളിയല്ലാഹുവിന്റെ വെറുതെ വിടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ലാ ഇലാഹ എന്നതിലൂടെ ജാറങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ടപ്പോഴാണ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ശത്രുവായത്. നേരത്തെ വേറെ ഒരു ശത്രുതയും റളിയല്ലാഹു തആല അഷ്റഫുല്ലോടില്ല, ഒരു കുടുംബ വൈരാഗ്യവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഔലിയാക്കളെ വേണ്ടെന്ന് പറഞ്ഞു, ജാറങ്ങളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. ഈ ജാറങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. അതിനോട് യോജിക്കാൻ റളിയല്ലാഹുവിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് റളിയല്ലാഹുവിന്റെ ശത്രുവായത്. കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ റളിയല്ലാഹു ധൈര്യമായി കയറി ചെന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നേരെ സലഫി സെന്ററിലേക്ക് പോയി. ഇതുവരെയും സുന്നി സെന്റർ അഥവാ ദാറുൽ നദ്വ സുന്നി സെന്റർ, ദാറുൽ അർഖം സലഫി സെന്റർ. പിന്നെ അർത്ഥം വെക്കുമ്പോ അത് കിതാബിലുണ്ടോ നാളെ തന്നെ പോസ്റ്റർ ചെയ്യണ്ട. ഇയാൾ അത് സലഫി സെന്റർ അന്നുണ്ടോ, സലഫികൾ അന്നുണ്ടോ, ഇപ്പോഴല്ലേ സെന്റർ, അന്ന് സെന്റർ ഉണ്ടോ എന്നൊക്കെ വെച്ച് ബഹളം വെക്കണ്ട. നിങ്ങൾക്ക് ഇന്നാലും തിരിയുന്ന എനിക്ക് തോന്നുന്നില്ല. ദാറുൽ അർഖം അന്നത്തെ സുന്നി സെന്റർ, ദാറുൽ അർഖം അന്നത്തെ സലഫി സെന്റർ, ദാറുൽ നദ്വ അന്നത്തെ സുന്നി സെന്റർ. ആ സുന്നി സെന്ററിലെ കാവിയായിരുന്നു അബൂ താലിബ് എന്ന് പറഞ്ഞ അഷ്റഫുൽ മൂത്താപ്പ. ആ അബൂ താലിബിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് നടന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ കബറാളികൾക്ക്, ഇവിടുത്തെ ജാറക്കാർക്ക് അബൂ താലിബോട് ഇത്ര ഇഷ്ടം.
അബൂതാലിബിനോട് ഇത്ര ഇഷ്ടം. ഈ കൂട്ടത്തിൽ ചില അബൂതാലിബിന്റെ റളിയല്ലാഹു പറയാറുണ്ട്, അള്ളാഹ് പറയുന്ന അബൂതാലിബ് നരകത്തിലാണെന്ന്, അള്ളാന്റെ റസൂലും പറയുന്ന അബൂതാലിബ് നരകത്തിലാണെന്ന്. ഇവര് പറയുന്നു അബൂതാലിബ് അല്ല, അത് വേറെ ആരോ ആണ്. ആ തീർത്തും അതിർത്ത് റളിയല്ലാഹു തആല അൻഹു ഔലിയാക്കന്മാരോടുള്ള സ്നേഹം, മഹാന്മാരോടുള്ള സ്നേഹം, ലാത്തയോടുള്ള സ്നേഹം, ഉസ്സയോടുള്ള സ്നേഹം, അതാണ് റസൂലുള്ളാഹിനെ എതിർക്കാൻ കാരണം. ലാ ഇലാഹ പറഞ്ഞപ്പോ അതുവരെ ഒരു വിഷയമില്ല. ലാ ഇലാഹ എന്നുള്ള റസൂല് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാതെ വേറെ ഔലിയാക്കന്മാരെ കൊണ്ട് ഒന്നും ഒരു കാര്യം നടക്കൂല എന്ന് നിങ്ങൾ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രം വരാതെ പ്രസ്താവിക്കണം, അശ്ഹദു എന്ന് കൂട്ടി പറയണം. അപ്പോഴാണ് റളിയല്ലാഹുവിന്റെ പ്രശ്നം ഉണ്ടായത്. നാളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെ അദ്ദേഹം റളിയല്ലാഹുവിന്റെ മാതൃകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഔലിയാക്കളോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സലഫികളെ എതിർക്കുന്നത്. അതേസമയത്ത് റളിയല്ലാഹുവിന്റെ ചിന്തകൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചിലപ്പോൾ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ചില ദർസുകൾ കേൾക്കാറുണ്ട്, നല്ല പ്യൂർ തൗഹീദ് സലഫിയത്ത്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം സലഫികളെ എതിർക്കുന്നു? ഔലിയാക്കളോടുള്ള അഭിരക്ത സ്നേഹം കൊണ്ട്. അത് റളിയല്ലാഹുവിനെ അതിന് ഒരു ദീർഘമായ ഒരു ചിന്ത മാറി വന്നാൽ തീർച്ചയായിട്ടും അടുത്ത ഭാവിയിൽ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയെ പോലുള്ള ആളുകളാണ് അവിടുത്തെ സലഫിയത്തിനെ നയിക്കാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില വരികൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എത്ര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ചില ദർസുകൾ, തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട ദർസുകൾ. അള്ളാഹുവിന്റെ അർറഹ്മാൻ അലൽ അർശി ഇസ്തവ, ഇസ്തിവായിനെ സംബന്ധിച്ചൊക്കെ ഒരു ദർസ് ഞാൻ നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഇസ്തിവായിനെ സംബന്ധിച്ച് സലഫി ഉലമാക്കൾ എന്താണോ പറയുന്നത് അത് സ്ഥാപിച്ചുകൊണ്ടാണ് നടത്തിയ ഒരു ദർസ്. അതേ അവസരത്തിൽ മുജാഹിദീങ്ങളോട് അദ്ദേഹത്തിനുള്ള വെറുപ്പ്, അദ്ദേഹത്തിന്റെ ഔലിയാക്കളോട് ഭയങ്കര സ്നേഹമാണ്. ഇതന്നെയാണ് റളിയല്ലാഹു. റളിയല്ലാഹുവിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ചരിത്രവും തുല്യമാണ്. അന്നത്തെ ഉമർ, ഇന്നത്തെ അബ്ദുറഹ്മാൻ, അത്ര വ്യത്യാസമുണ്ട്. റളിയല്ലാഹുവിന്റെ അതിരറ്റ സ്നേഹമാണ് ഔലിയാക്കളോട്.
അതുകൊണ്ട് ലാ ഇലാഹ അംഗീകരിക്കാൻ തയ്യാറായില്ല. അത്രമാനും ഭയങ്കര സ്നേഹമാണ് ഔലിയാക്കളോട്. അതുകൊണ്ട് സലഫികളുടെ ഈ ലാ ഇലാഹ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്. അത് മാറി വരും ഉമർ റളിയല്ലാഹുവിന്റെ മാതിരി. ഉമർ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ് ഞാൻ പൂർത്തിയാക്കട്ടെ, ഞാൻ എന്ത് വേണം, ആ നേർച്ച പൂർത്തിയാക്കണോ? അപ്പൊ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഊഫി ബിനദിരി. ഉമർ റളിയല്ലാഹു ഹിന്ദുവായ കാലത്ത് ചെയ്ത പണി ഇപ്പൊ പൂർത്തിയാക്കണോ എന്നാണോ റസൂൽ പറഞ്ഞ വാക്കിന്റെ മായന? ആണോ? ഉമർ റളിയല്ലാഹു നേരത്തെ ഹിന്ദു മതത്തിലായിരുന്നോ? ഉമർ റളിയല്ലാഹു വേറെ ഏതെങ്കിലും മതത്തിലായിരുന്നോ? ഇസ്ലാമിലായിരുന്നില്ലേ? മുസ്ലിമിലായിരുന്നില്ലേ? പക്ഷെ പാരമ്പര്യമാണെന്ന് മാത്രം. 4500 കൊല്ലം പഴക്കവും 500 കൊല്ലത്തിന് ഇപ്പുറത്ത് ഉസ്താദുമാര് കയറി കൊളാക്കിയ ദീനുൽ ഇസ്ലാം ഇന്നത്തെ മാതിരി പണ്ഡിതന്മാര് കയറി മൗലാനമാര് കയറി കൊളാക്കി. 4000 കൊല്ലം ആർക്കും കൊളാക്കാൻ അനുവദിച്ചില്ല ഖുറൈശി തറവാട്ടുകാര്. ഹുസൈനി എന്ന ഉപ്പാപ്പാന്റെ കാലം മുതലാണ് കയറി കളിക്കാൻ തുടങ്ങിയത്, ജാറത്തിന്റെ ആൾക്കാർ കയറി കളിക്കാൻ തുടങ്ങിയത്. അതോടുകൂടിയാണ് പണ്ഡിതന്മാര് കച്ചവട ആവശ്യാർത്ഥം ജാറത്തിൽ വിശ്വസിക്കുന്നവരാക്കി മാറ്റി ഖുറൈശികളെ. ഹുസൈൻ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. സിറിയയിലേക്കും മറ്റ് കച്ചവടത്തിന് പോകുമ്പോൾ അവരുടെ മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നവരാണെന്ന് ആക്കി തീർത്താൽ നമ്മുടെ കച്ചവടം നന്നായിട്ട് വിജയിക്കുമെന്ന് ഖുറൈശികൾ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലാന്റെ ജാറം കഅബത്തിന്റെ മുമ്പിൽ പണിതപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വരുന്ന 500 കൊല്ലം മുമ്പ്, അതുവരെ 4000 കൊല്ലം പ്യൂർ തൗഹീദായിരുന്നു കഅബാലയത്തിന് ചുറ്റുമുണ്ടായത്. അള്ളാഹു അല്ലാത്തൊരു ശക്തി അവർക്ക് പരിചയമില്ല, അള്ളാഹു അല്ലാത്തൊരു വ്യക്തി അവർക്ക് പരിചയമില്ല, അള്ളാഹു അല്ലാത്തൊരു മരിച്ചുപോയ മഹാനെയോ ജീവിച്ചിരിക്കുന്ന ജിന്നിനെയോ അവർക്ക് പരിചയമില്ല. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അത്ര ശുദ്ധമായിട്ടായിരുന്നു അവരെ പാരമ്പര്യത്തിൽ കൊണ്ടുവന്നത്. ഇസ്മായിലി തരീഖ് അത്ര ശുദ്ധമായിട്ടായിരുന്നു കഅബാലയത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനോട് ഊഫിബിനെ ദിരിക്കതിനെ നേർച്ച നീ പൂർത്തിയാക്കണം. മുസ്ലിമായതിനു മുമ്പ് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നു മുതൽ ഞാൻ അല്ലാഹു അല്ലാത്ത ഒരാളുടെത്തേക്കും പോകുന്ന പ്രശ്നമില്ല. അതാണ് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ. മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തുടങ്ങാൻ, നോമ്പ് നോക്കാൻ തുടങ്ങാന്നല്ല. സംസ്കാരവും നോമ്പും എല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു. ഖുറൈശികൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ അള്ളാഹുവിന്റെ നിന്ന് കാര്യങ്ങൾ നേടാൻ ഔലിയാക്കൾ വേണം, ജാറങ്ങൾ വേണം, തങ്ങന്മാര് വേണം എന്ന് വിശ്വസിച്ചവർ ഇനി അതൊന്നും വേണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് അവർ മുസ്ലിമായി എന്ന് പറയുന്നത്. അതാണ് അവർ ഇസ്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി മദീനത്തെ പള്ളിന്റെ മുറ്റത്ത് വെയിൽ കൊണ്ടിരിക്കുന്നത് കണ്ടു. അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ വെച്ച് തന്നെ ചോദിച്ചു, അതാരാ നിൽക്കുന്നത്? എന്തിനാണ് അയാൾ വെയിൽ കൊല്ലുന്നത്? എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, വിളിപ്പിച്ചു. നീ എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഞാൻ പണ്ടൊരു നേർച്ച നേർന്നിരുന്നു, അള്ളാഹുവിന്റെ വേണ്ടി നോമ്പ് നോക്കാൻ, ഔലിയാക്കന്മാർക്ക് വേണ്ടിയിട്ടല്ല, വിഭാഷകങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒരു നോമ്പ് നോക്കാൻ നേർച്ചയാക്കിയിരുന്നു. നോമ്പ് നോറ്റവനായിട്ട് വെയിലത്ത് നിൽക്കാൻ ഞാൻ നേർച്ചയാക്കിയിരുന്നു. അത് ഇരിക്കാതെ നിൽക്കണമെന്ന് നേർച്ചയാക്കിയിരുന്നു. ആ നൃത്തമാണ് ഞാനീ നിൽക്കുന്നത്. അത്തരത്തിലുള്ള മണ്ടന്മാർ ഇപ്പം ഉണ്ടല്ലോ. ദീനുൽ ഇസ്ലാമിന്റെ പേര് എന്തെല്ലാം തോന്നിയവാസങ്ങളാ ചെയ്ത് കൂട്ടുന്നത് ദുനിയാവിൽ. അങ്ങനെ ഹജ്ജിന് തമത്തുഇന്റെ ഹജ്ജ് ചെയ്തവർ ഒരു ആട്ടിനെ അറുത്ത് കൊടുക്കണം. തമത്തുഇന്റെ ഹജ്ജ് ചെയ്ത ഹാജി ഒരു ആട്ടിനെ അറുത്ത് കൊടുക്കണം. ആ ആട്ടിനെ അറിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജാറക്കാരായ പഴയ ഖുറൈശി പാരമ്പര്യക്കാര് ഹാജിമാരെല്ലാം കൂട്ടിയിട്ട് ജുഹഫയിലേക്ക് പോകും ഹജ്ജിനെ ഇറാൻ കെട്ടാൻ വേണ്ടിയിട്ട്. എന്താ ഇമാം നബവി പറഞ്ഞിട്ടുണ്ട് ഈലാഹില്, തമത്തുഇന്റെ ഹജ്ജ് നിർവഹിച്ച് ഉംറ പൂർത്തിയാക്കി തഹല്ലുലായി മക്കത്ത് താമസിക്കുകയും ഹജ്ജിന് ഇറാൻ കെട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള മീഖാത്തിലേക്ക് പോയിട്ട് ഇറാൻ കെട്ടി വന്നാൽ ആ ഫിദ്യ കൊടുക്കേണ്ടിയില്ല. സുഖിതത്ത് അന്നുൽ ഫിദ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം നബവി. ഫിദ്യ കൊടുക്കേണ്ടയില്ല. ആ ഒരു ആട്ടിനെ അറുക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 ആട്ടിന്റെ പൈസയും ചെലവാക്കിയിട്ട് ജുഫയിലേക്ക് പോകുക. ഇതുപോലെ നമ്മളെപ്പോലത്തെ ആള്, എന്നെപ്പോലത്തെ ആള് ഈ ടോൾ ഗേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞനാടിയിലൂടെ പോകും. 3 ടോൾ ഗേറ്റിന്റെ പൈസ ചെലവാകും. വെട്ടിത്തന്നല്ലാതെ വേറെ എന്തായാലും പറയാ. ഇതെക്കൂടി പോയാൽ 55 ഉറുപ്പ് കൊടുക്കണം. അപ്പൊ മഞ്ഞനാടിയിലൂടെ ചുറ്റിക്കറങ്ങിപ്പോയി മഞ്ചേശ്വരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കണ്ട. പക്ഷെ 200 ഉറുപ്പിന്റെ ഡീസൽ ചെലവാകും. ചിന്തിക്കുകയും ചെയ്യില്ല. ഇതേപോലെ ഒരാട്ടിന്റെ അറിവ് ഒഴിവാക്കാൻ വേണ്ടി ജുഫയിലേക്ക് പോകും. ബസ്സിന്റെ വാടക ചെലവ്, ഭക്ഷണ ചെലവെല്ലാം കൂടിയിട്ട് 2 ആട്ടിന്റെ പൈസ, അത് വേറെ കാര്യം. എന്നാലും പോയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേ ഹാജിമാര് തിരിച്ച് കിനിയയിലെത്തിയെന്ന് വിചാരിച്ച ഉദാഹരണം പറയാണ്. കിനിയ എന്ന് പറയുമ്പോൾ ആർക്കും പൊള്ളിയിൽ കേട്ട ഒരു ഉദാഹരണം. കിനിയയിലെത്തി അതേ ഖത്തീബ് ഹജ്ജിന് കൂട്ടി ഹാജിമാരെയും കൂട്ടി വന്നിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ റബീഉൽ ആഖിർ മാസം വന്ന് മോദീശേഖ് ഞങ്ങൾ ആണ്ട് വന്നു. അന്ന് അമീറായി പോയ അതേ ഉസ്താദ് ഇന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗം? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിന്റെ ആണ്ടാണ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം പാകം ചെയ്യണം, ഇറച്ചി പത്രം വേണം,
ചുരുങ്ങിയത് ഒരു 500 ആടെങ്കിലും വേണം. ഒരു പൗപ്പത്താട് കൊടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവരാറുണ്ട്? പറ. അന്ന് പോയ ആജിമാരുടെ ഒക്കെ പറയും, പറ എത്ര ആട്? ഇപ്പൊ 10 ആട്, 15 ആട്. അന്ന് ഒരാട്ടിന് അള്ളാഹ് കൊടുക്കാൻ മടിച്ചിട്ടാണ് ജോഫി പോയിട്ട്. ഇന്ന് 10 ആട് മനുഷ്യക്കും കൊടുക്കാൻ ഒരു വിഷമവും. എങ്ങനെയുണ്ട് ഈമാൻ? കുറേശികളിൽ തമ്മിൽ എന്തിന്റെ വ്യത്യാസം? കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണണ്ടേ നമ്മൾ. വർത്തമാന കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും ഹിന്ദുക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് എന്തിനാണ്? ഇല്ല, ഹിന്ദുക്കളെ പ്രതിസ്ഥാനത്ത് അപ്പുറത്ത് നിർത്തിയിട്ട് ദൈവത്തിന്റെ പരിപാടിയില്ല. ജാറക്കാരെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് നമ്മുടെ ദൈവത്ത്. ഹിന്ദുക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടല്ല. നമ്മുടെ ദഅവത്ത് മുസ്ലിമീങ്ങളോടാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളോട്. അഷ്റഫുൽ ഖൽഖിന്റെ ദഅവത്ത് എന്ന് ഇന്ത്യക്കാരോടായിരുന്നില്ല, റോമക്കാരോടും പേർഷ്യക്കാരോടും ആയിരുന്നില്ല, ഖുറൈശികളോടാണ്. അതിന് വിജയം കണ്ടെത്തപ്പോഴാണ് അപ്പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയത്. ആദ്യം വേണ്ടത് ലാ റബ്ബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ചവരോടാണ് ദഅവത്ത്. ഇവിടുത്തെ ജാറക്കാര് അള്ളാഹിനെ റബ്ബായി അംഗീകരിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി മിസ്കിൻ ഖാന, യത്തീം ഖാന, മുസാഫിർ ഖാന, സകല ഖാന ഉണ്ടാക്കുന്നവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി അറബി കോളേജ് ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിഷയത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ എതിരാളികളാണ്. അള്ളാഹു അല്ലാത്ത ശൈഖന്മാരെന്ന് പറയുമ്പോഴാണ് അവർക്ക് ഇളകുക. അന്ന് തന്നെ അന്ന് ഖുറൈശികളും ചെയ്തുകൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ നേർച്ചയാക്കി. അപ്പൊ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, വെയിലത്ത് നിൽക്കുക എന്നുള്ളത് പൂർവിക ദീനുൽ ഇസ്ലാമിലില്ല, വെയിൽ കൊള്ളുക എന്നുള്ളതും ഇല്ല. പക്ഷെ നോമ്പ് നീ വീട്ടണം. റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, നോമ്പ് നീ കടം കൂട്ടിക്കോ, പക്ഷെ വെയിലത്ത് നിന്നിട്ട് വേണ്ട. കാരണം അത് പഴയകാല വിധത്തിൽപ്പെട്ടതാ. അത് ഇബ്രാഹിമി ശരീഅത്തിൽ അങ്ങനെ ഇല്ല. അതേപോലെ തന്നെ നിൽക്കുക, ഇരിക്കാണ്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു ത്യാഗം ഇബ്രാഹിമി ശരീഅത്തിലില്ല. ഇപ്പൊ മുഹമ്മദി ശരീഅത്തിലും ഇല്ല. നോമ്പ് അത് നീ അല്ലാഹു വിട്ടണമെന്ന് പറഞ്ഞു. ആരോട്? ഹിന്ദുക്കളോട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, എനിക്കറിയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വന്നത് ഏത് മതത്തിലാണ്? അന്ന് അബ്ദുൽ മുത്തലിബ് അടക്കമുള്ളവർ ഏത് മതത്തിലാണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളെ പോലെയുള്ള മതത്തിലാണോ? എങ്കിൽ അഷ്റഫുൽ ഖൽഖ് ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണെന്ന് പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അതോ റോമിലാണെന്ന് ക്രിസ്ത്യാനിസം ഉണ്ടായത്? അഷ്റഫുൽ ഖൽഖ് ജനിച്ചത് ക്രിസ്തു മതത്തിലാണോ? അഷ്റഫുൽ ഖൽഖ് ജൂതന്മാർ, അന്ന് മദീനയിലാണ് ജൂതന്മാരുണ്ടായത്. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് മദീന ജൂതന്മാരെ കുടുംബത്തിലാണോ? അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബം ഏത് മതക്കാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കഴിഞ്ഞതിന് ശേഷം 40 കൊല്ലം ആരായിട്ടാണ് ജീവിച്ചത്? ഹിന്ദു ആയിട്ടാണോ ജീവിച്ചത്? ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ രാമകൃഷ്ണന്മാരെയും ഭഗവതി ഭഗവാന്മാരെയും, അന്നത്തെ മുശ്രിക്കീങ്ങൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇതുപോലെ അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബിംബങ്ങളെ സമീപിച്ചിട്ടാണോ 40 കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചു കൂട്ടിയത്? 40 കൊല്ലം ചില്ലറയല്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾക്ക് 10ാമത്തെ വയസ്സിലൊന്നല്ലല്ലോ വഹി കിട്ടുന്നത്. ഈ 40 വയസ്സ് വരെ റസൂലുള്ളാഹി തങ്ങളുടെ ആദർശം എന്തായിരുന്നു? അത് പഠിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഒന്നാമത്തെ വിഷയം മുഹമ്മദിയത്താണ്. മുഹമ്മദ് ആരാണെന്ന് പഠിക്കണം. പിന്നെ എന്ത് ഷഹാദത്ത്? അല്ലെങ്കിൽ ഈ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഷഹാദത്ത് വെറുതെ ചൊല്ലി തീർക്കാനുള്ളതല്ല, ഇത്ര ഗാഢമായി ചിന്തിക്കേണ്ടത് കൊണ്ടാണ് ഇവിടുത്തെ ജാറക്കാര് മുഹമ്മദ് റസൂലുള്ളാഹിയെ സലാത്ത് അൽക്കൈൽ ബിരിയാണിയിൽ ഒതുക്കിയത് എന്ന ചർച്ച ചെയ്യേണ്ടിയില്ലല്ലോ. നമ്മളെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്. തെളിവെന്താ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിയാണി അൽ ഫാത്തിഹ. തീർന്നല്ലോ, എളുപ്പത്തിൽ തീർന്നല്ലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത് ഏത് മതാചാര പ്രകാരമാണ്? അന്ന് അഷ്റഫുൽ 25 വയസ്സാണ്. 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. ഏത് മതാചാര പ്രകാരമാണ് അഷ്റഫുൽ ഖൽഖ് ഖദീജ വിവാഹം കഴിക്കുന്നത്? ഇവിടുത്തെ ഹിന്ദു മതം അനുസരിച്ചാണോ? അതോ റോമിലെ ക്രിസ്തു മതം അനുസരിച്ചാണോ? അതോ പേർഷ്യയിലെ മജൂസി മതം അനുസരിച്ചാണോ? അതോ യസ്രിബിലെ ജൂതമതം അനുസരിച്ചാണോ? അതോ ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ചാണോ? നമ്മൾ അറിയേണ്ടതില്ലേ? മുഹമ്മദി നിസാനത്തിന് ഷഹാദത്ത് കൊടുക്കുമ്പോൾ മുഹമ്മദിയത്ത് പഠിച്ചിരിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ സലഫികളോട്, കേരളത്തിലെയും കർണാടകയിലെയും സലഫി നേതാക്കന്മാരോടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങളിത് തിരിച്ചറിയണം. എന്നാലേ നമ്മുടെ സലഫിയത്ത് എന്ന വാക്കിന് തന്നെ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലും ഒരു ഏർപ്പാടും മാത്രമേ അധപ്പതിക്കൂ. ആ അധപ്പതനം തുടങ്ങിയിട്ടുള്ളതാണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹിന് നേതൃത്വം വഹിച്ചത് മൂത്താപ്പ അബൂ താലിബ് ആയിരുന്നില്ലേ? ആ അബൂ താലിബ് അന്ന് നടത്തിയ ഖുതുബ ഇന്ന് താരിഖിന്റെ കിതാബിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ അള്ളാഹ് ആരായിരുന്നു? ഈ അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയില്ലേ അബൂ താലിബ് ഖുതുബ? അഷ്റഫുൽ നിക്കാഹിന് ഖുതുബ നിർവഹിച്ചില്ലേ അബൂ താലിബ്? മഹ്ർ നിശ്ചയിച്ചിട്ടില്ലേ റസൂലുള്ളാഹി തങ്ങളുടെ വിവാഹത്തിന്? ഇതൊക്കെ ഏത് പാരമ്പര്യം അനുസരിച്ചാണ്? ഇവിടുത്തെ ഹിന്ദു പാരമ്പര്യം അനുസരിച്ചാണോ, അതോ മറ്റേതെങ്കിലും മതങ്ങളെ മതം അനുസരിച്ചാണോ, അതോ പരമ്പരാഗതമായി നിലവിൽ വന്ന ഇസ്മായിലി ശരീഅത്ത് അനുസരിച്ചാണോ, ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ചാണോ? പ്യൂർ ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ചാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ വിവാഹം നടന്നത്. ഖദീജ ബീബി അഷ്റഫുൽ വിവാഹം കഴിച്ചത് അബൂ താലിബ് കെട്ടിച്ചു കൊടുത്തത്. ഈ അബൂ താലിബ് ആരാണ്? പ്യൂർ ലാ ഇലാഹ ഇല്ലാ റബ്ബ ഇല്ലല്ലാഹല്ലേ, അല്ലാഹു റബ്ബുൽ അലാലല്ലേ അബൂ താലിബ്. അബൂ താലിബ് ആയിരുന്നില്ലേ അന്നത്തെ മുത്തവല്ലി? ഇന്ന് അബൂ താലിബ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഗ്രാൻഡ് മുഫ്തി അബൂ താലിബ് ആകുമായിരുന്നില്ലേ? ഇവിടുത്തെ ഷീഖി പ്രസ്ഥാനക്കാരുടെ പ്രസിഡന്റ് അബൂ താലിബ് ആകുമായിരുന്നില്ലേ? അത് ചേളാരി പ്രസ്ഥാനമായാലും കാരന്തൂർ പ്രസ്ഥാനമായാലും സംസ്ഥാന പ്രസിഡന്റ് പ്രസ്ഥാനമായാലും ദക്ഷിണ പ്രസ്ഥാനമായാലും ഇവര് 4 പേരും കൂടി എല്ലാവർക്കും കൂടിയുള്ള സംയുക്ത പ്രസിഡന്റ് ആയിട്ട് അബൂ താലിബിനെ കാണുമായിരുന്നില്ലേ? അത്ര മഹത്വം വന്ന അബൂ താലിബിന് ഉണ്ടായിരുന്നില്ലേ? അത് നമ്മൾ നിഷേധിക്കുന്നുണ്ടോ അബൂ താലിബിന്റെ ആ മഹത്വം? ഇന്ന് ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടുത്തെ സലഫികളുടെ പ്രസിഡന്റ് ആയിരിക്കുമോ അതോ ഷിയാക്കളുടെ പ്രസിഡന്റ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും ഷിയാക്കളുടെ പ്രസിഡന്റ് ആയിരിക്കും. സംയുക്ത പ്രസിഡന്റ് കേരളത്തിന്റെ മൊത്തം സംഘടന, അത് കാരന്തൂർ വ്യത്യാസമില്ലാതെ, അതേപോലെ തന്നെ ചേളാരി വ്യത്യാസമില്ലാതെ, സംസ്ഥാന വ്യത്യാസമില്ലാതെ ദക്ഷിണ കേരളത്തിലെ അടിസ്ഥാനപരമായി ഷീഈ പാരമ്പര്യത്തിന്റെ 4 പ്രസ്ഥാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 4 4 കൂട്ടർക്കും 4 പ്രസിഡന്റുമാരുണ്ട്. ഇന്ന് ആസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 4 ആൾ ഒഴിവായിട്ട് ആ സ്ഥാനത്ത് ആസറിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. കാരണം അത്ര കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ പരമ്പരാഗത ഇസ്ലാമിനെ നയിച്ചത് ആസറായിരുന്നു. പക്ഷെ അവർ പിഴച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കിട്ടണമെങ്കിൽ ഔലിയാക്കൾ വേണമെന്ന് വിശ്വസിച്ചതിന്റെ പേരില്ല. അള്ളാഹു തആല പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഷിയാക്കള് ആസർ അത് ഇബ്രാഹിം നബിന്റെ ഉപ്പയല്ല എന്ന് പറയും, അത് ഇളയപ്പയാന്ന് പറയും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വാപ്പയാണ്, ഇവര് പറയുന്നത് ഇളയപ്പയാണ്. ഇത് ആസർ അലൈഹിസ്സലാം എന്ന് പറയും, അബൂ താലിബ് റളിയല്ലാഹു അൻഹു പറയും പോലെ. മൊത്തത്തിൽ കൊള്ളാൻ കുട്ടനെ ഇതൊന്നും സെൽഫ് വെച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എല്ലാം നിർത്തി വെച്ചിട്ട് ഇപ്പൊ ചാരിറ്റി കൊണ്ട് നടക്കും. കുടിക വിതരണം, അരി വിതരണം, ചാരിറ്റി. സെൽഫി പ്രസ്ഥാനത്തിന് ചാരിറ്റിക്കാണ് അല്ലാഹു തആല മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. അവിടെ മതവും ജാതിയൊന്നും ഇല്ലല്ലോ. ക്രിസ്ത്യാനികൾക്ക് ചാരിറ്റി ഉണ്ട്, ഹിന്ദുക്കൾക്ക് ചാരിറ്റി ഉണ്ട്. ആംബുലൻസ് വേണ്ടി മുസ്ലിമിൽ നിന്നാവണമെന്നുണ്ടോ? ഒരു സെൽഫിയുടെ വീട്ടിൽ അയാൾ ഉപ്പാക്കോ സൂക്കേട് വന്നു, അതുകൊണ്ട് സെൽഫിയുടെ പിന്നെ ആംബുലൻസ് വണ്ടി എന്റെ വേണം ആശുപത്രിക്ക് പോകണം മുതിർന്നത് പിരാന്തന്റെ. ഇവിടുത്തെ RSSകാരന്റെ ആംബുലൻസ് വണ്ടി വിളിച്ചാൽ തെറ്റാണോ ഇസ്ലാമിലെ? അസ്ബാബുകളെ ഉപയോഗിക്കുന്നതിന് ആദർശം നോക്കേണ്ടതില്ലല്ലോ. അള്ളാഹു അനുവദിച്ചു തന്ന അസ്ബാബുകൾ ഏത് മതക്കാരന്റെ വേണം ഉപയോഗിക്കാനോ. ചാരിറ്റിക്ക് എന്തിനാ സെൽഫി പ്രസ്ഥാനം? കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉദയത്തിന്റെ മൃഗത്തെ ഗഡ്ഡികടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി സെൽഫി പ്രസ്ഥാനം പോകണോ? ആരാ എന്റെ മുതൽ തപ്പളി ചെയ്യാൻ? ഉദയത്താൻ നാട്ടുകാർക്ക് അവകാശപ്പെട്ടതല്ലേ? കിണിയെ ചറുക്കുന്ന ഉദയത്തിന്റെ ഇറച്ചിയാ നാട്ടുകാർക്ക് അവകാശപ്പെട്ടതല്ലേ? കിണിയക്കാർക്ക് അവകാശപ്പെട്ടതല്ലേ? അത് ജാർഖണ്ഡിൽ കൊണ്ടുപോയി കൊടുക്കാൻ എന്താ അവകാശം? ആരാന്റെ മുതലെടുത്തിട്ട് സർക്കാർ ചെയ്യും, എന്റെ കീശിനെടുത്ത് കൊടുക്കണം. ആരാന്റെ പൈസ വാങ്ങിയിട്ടാണോ നീ ജാർഖണ്ഡിൽ കൊണ്ട് കൊടുക്കില്ലേ? ഇവിടുത്തെ സെൽഫി പ്രസ്ഥാനങ്ങൾ അടക്കം ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണ്, ജനറൽ ശ്രമിക്കാനടക്കം. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവകാശം തൊട്ടിപ്പറിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക സംഘടന വളർത്താൻ വേണ്ടിയിട്ട്. എന്താ വകുപ്പ്? ഉദയത്താൻ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. കിണിയയിൽ മുതലാളി ഉദയം തർക്കുന്നുണ്ടെങ്കിൽ അത് കിണിയയിലെ പാവത്തിന്റെ അവകാശമാണ്. ആ അവകാശത്തെ തട്ടിയെടുത്തിട്ട് ചട്ടിക്കടി കൊടുത്താൽ നീ വേറെ വകുപ്പ് നോക്കണം. നിന്റെ കീശിന്ന് പൈസ എടുക്കണം. 10 മുതലാളിമാര് ഒരു ലക്ഷം രൂപ വീതം എടുത്തിട്ട് ജാർഖണ്ഡിലോ കുതിരവട്ടത്തോ ഇവിടെ കൊണ്ട് കൊടുത്തോ. പക്ഷെ ഇവിടുത്തെ ഉദയത്തിന്റെ ഇറച്ചി അത് ഈ നാട്ടുകാർക്ക് തന്നെ കൊടുക്കണം. എത്ര വേണമെങ്കിലും കൊടുക്കണം. വാങ്ങിയാളെന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, വാങ്ങട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒട്ടകത്തിന്റെ ഇറച്ചി അടുത്ത കൊല്ലം വരെ ഉപയോഗിക്കുന്ന ഇറച്ചി വാങ്ങിയിട്ട് അവർ ഉണക്കിയിട്ട് സൂക്ഷിക്കുമായിരുന്നില്ല ഉദയത്തിന്റെ. അതാണെങ്കിൽ ആഫ്രിക്കയിൽ കൊണ്ട് കൊടുക്കാനുണ്ടോ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ? സക്കാത്തിന്റെ പൈസ ആയിരിക്കും അവകാശപ്പെട്ടതാ? സക്കാത്തിന്റെ പൈസ ആയിരിക്കും നാട്ടിലെ മുതൽ. ഇത് ഒരു ഇരുപങ്ങളെ കിണിയ അല്ലെങ്കിൽ മഞ്ഞനാടി 1000 മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഏറി വന്ന ഒരു 100 മുതലാളിമാരായിരിക്കും ഉണ്ടാകുക. ബാക്കി 900 പാവപ്പെട്ടവനായിരിക്കൂലേ? ആ പാവപ്പെട്ടവന്റെ അവകാശന്റെ ആ 100 മുതലാളിമാരുടെ പൈസന്റെ സക്കാത്ത്, ആ സക്കാത്തിന്റെ പൈസ വാങ്ങിയിട്ട് ജാർഖണ്ഡിലും ബീഹാറിലും കൊണ്ട് കൊടുക്കാൻ എനിക്ക് എന്താ അവകാശം ഉള്ളത്? ആരാന്റെ പൈസയല്ലേ അത്? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവകാശത്തെ തട്ടിപ്പറിച്ചിട്ട് നീ നിന്റെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ കൊണ്ട് കൊടുക്കുന്ന വിട്ടിത്തമല്ലേ, തോന്നിയവാസമല്ലേ?
ഇവിടുത്തെ പാവപ്പെട്ട സാധുക്കാരന്റെ അവകാശമല്ലേ അത് സക്കാത്ത്? നീ സദക്ക കൊടുത്തോ നിന്റെ കീശിന്ന് എടുത്തിട്ട്. സദക്ക അനുവദനീയമാണ്, ഏത് കാഫറിനും കൊടുക്കാം സദക്ക. സക്കാത്ത് പറ്റൂല, മുസ്ലിമിന് മാത്രമേ പറ്റൂ. അത് മുസ്ലിമിന്റെ അവകാശം, ഹഖ്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച 40 കൊല്ലക്കാലം റസൂലുള്ളാഹി തങ്ങൾ അവലംബിച്ചത് ഏത് മതത്തെയാണ്? റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അഗതി അബലകൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അക്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വഹി കിട്ടുന്നതിന് മുമ്പ്, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് ചാരിറ്റി പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്? ഹിന്ദു മതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണോ? ഇബ്രാഹിമി ശരീഅത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊല്ലം ഹജ്ജിന് പോയി. നുബുവത്തിന് ശേഷം ഒറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. നുബുവത്തിന് മുമ്പ് പല ഹജ്ജും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹ്. ഒരു ദിവസം ഹജ്ജിന് പോയി. ആ ഹജ്ജിന് പോയ സന്ദർഭത്തില് അന്ന് അറഫയും മിനയും ഒക്കെ ഖുറൈശി തറവാട്ടുകാര് വിഹിതിച്ചെടുക്കലാണ്. ഈ കൊല്ലം ഒരു ഗോത്രത്തിനാണെങ്കിൽ അടുത്ത കൊല്ലം വേറൊരു ഗോത്രത്തിനാണ് ചുമതല. ആ കൊല്ലം റസൂലുള്ളാഹി തങ്ങളുടെ ഹാഷിം ഗോത്രത്തിന് എതിരിലുള്ള ഒരു ഗോത്രത്തിനാണ് അറഫയിലെ ചുമതല. റസൂലുള്ളാഹി തങ്ങളെ അറഫയിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഏത് കാലം? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ചരിത്രമായി പറയുന്നത്. ഏത് ഹജ്ജ്? ഹിന്ദുക്കൾക്ക് ഹജ്ജുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 കൊല്ല കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞു പറ്റ ചുരുക്കി പറയാം, കൊണ്ട് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് നബിയാകുന്നതിന് മുമ്പ് ജീവിച്ചു കൊണ്ടിരുന്നത് ദീനുൽ ഇസ്ലാമിലാണ്. ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് ഇബ്രാഹിമി മില്ലത്തിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ മക്കത്തുണ്ടായിരുന്നു. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിനെ പോലെ. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ സ്വർഗത്തിലാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത് റസൂല കണ്ടിട്ടും കൂടിയില്ല. മഹാനെ റസൂലുള്ളാഹി കണ്ടിട്ടും കൂടിയില്ല സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിനെ. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ഞാൻ കണ്ടു എന്ന് അദ്ദേഹത്തിന് പറയുന്നു. അദ്ദേഹത്തെ പറ്റി ഏത് ഹിന്ദുമതം അനുസരിച്ചോ? നിങ്ങൾ ഈ ഖുറൈശികളെ മഹാമോശമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുന്ന എന്തിനാണ്? ഷിയാക്കളും ഇപ്പോൾ മോഡേണിസ്റ്റുകളുമാണ് ഖുറൈശികളെ ആ രീതിയിൽ ചിത്രീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതട സംസ്കാരം എന്ന് പറഞ്ഞ് പേരിട്ടു. ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തെ നൈൽ നദീതട സംസ്കാരം എന്ന് പറഞ്ഞ് പേരിട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞ് പേരിട്ടു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം നൈൽ നദീതട സംസ്കാരം എന്ന് പേരിട്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ബാബിലോണിയൻ സംസ്കാരം എന്ന് പറഞ്ഞ് പേരിട്ടു. മൂസ നബിന്റെ കാലഘട്ടത്തെ നൈൽ നദീതട സംസ്കാരം എന്ന് പേരിട്ടു. ഈസാ നബിന്റെ കാലഘട്ടത്തെ ഗ്രീക്ക് സംസ്കാരം എന്ന് പേരിട്ടു. മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് കേട്ടിട്ടുണ്ടോ? ഇരുണ്ട യുഗം. എന്ത് കാര്യം? റസൂലുള്ളാഹിനെ ആ രീതിയിൽ വേണം പരിചയപ്പെടുത്തി കൊടുക്കാൻ. അത് ജൂതന്മാരുടെയും ഷിയാക്കളുടെയും ആവശ്യമാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. ഖുറൈശി തറവാട്ടുകാർ അന്ന് അന്തസ്സിൽ ജീവിക്കുന്ന സമൂഹമാണ്. ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഖുറൈശി സമൂഹത്തിന്റെ പോരിശ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ് പറഞ്ഞത്? കഅബാലയത്തെ തകർക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ പട്ടാളം വന്നു. അബൂ താലിബ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ദുആ ചെയ്തു, അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ആരോടായിരുന്നു അബൂ താലിബ് ദുആ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്തത് ലാത്ത തങ്ങളോടോ, ഉസ്സ തങ്ങളോടോ, ഉദാഹരണത്തിന് മൊലീശക്കങ്ങളോടോ, ഡിഫൈഷങ്ങളോടോ? ആരോടാണ് ദുആ ചെയ്തതെന്ന്? അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനോട്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട്. ആ അബ്ദുൽ മുത്തലിബ് അഷ്റഫുൽ ഖൽഖിന് പേരിട്ടത് എന്താ പേര്? അഷ്റഫുൽ ഖൽഖിന്റെ ബാപ്പാക്ക് പേരിട്ടില്ലേ അബ്ദുൽ മുത്തലിബ്? എന്താ പേര്? അഷ്റഫുൽ ഖൽഖിന്റെ ബാപ്പാന്റെ പേരെന്താണ്? അഷ്റഫുൽ ഖൽഖിന്റെ ബാപ്പാന്റെ പേരെന്താണ്? അബ്ദുല്ല. ഏതല്ല? മുഹമ്മദ് നബി ജനിച്ചിട്ടില്ല. മുഹമ്മദ് നബിന്റെ ഉപ്പയെ ജനിച്ചിട്ടുള്ളൂ. ആ ഉപ്പാക്കിട്ട പേരാണ് അബ്ദുല്ല. അബ്ദുൽ മുത്തലിബ് ആ പേരിടുന്നത്. അപ്പൊ അള്ളാഹ് എന്നത് ആ കാലഘട്ടത്തിന്റെ മെയിൻ ചർച്ചയായിരുന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ പിന്നെ അബ്ദുല്ല എങ്ങനെ പേരിട്ടത് അബ്ദുൽ മുത്തലിബ്? ഹിന്ദു മതത്തിലാണെങ്കിൽ കുഞ്ഞിനാമെന്നോ വർഗീസിനോ പേരുണ്ടായിരുന്നില്ലേ? അബ്ദുല്ല എന്നല്ലേ പേരിട്ടത് അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പാക്ക്? അല്ലാന്ന് പറയാൻ ധൈര്യമുണ്ടോ?
എവിടുന്ന് കിട്ടിയ അള്ളാനെ അബ്ദുൽ മുത്തലിബിന്? അഷ്റഫുൽ ഖൽഖ് പ്രസവിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ ആ പൈതലിനെ ആമിന ബീബിന്റെ പൊന്നുമോനെ എടുത്തിട്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് പോയി അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പാടിയത്ര അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. മൗലൂദിത്താവിന്റെ പാട്ടാണ്. ഏത് മൗലൂദിത്താവിലും ബൈബിളിലായാലും രാമായണത്തിലായാലും ഹക്കായിട്ട് അംഗീകരിച്ചു കൊടുക്കണ്ടേ? അബ്ദുൽ മുത്തലിബ് പാടിയത് എനിക്ക് പൊന്നു മോനെ തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഏതല്ലാ? അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. ഈ പരിശുദ്ധനായ പൊന്നുമോനെ തന്ന മുഹമ്മദ് എന്ന് പേരിട്ടു അഷ്റഫുൽ ഖൽഖിന് അബ്ദുൽ മുത്തലിബ്. ഖുറൈശികളെ ചോദിച്ചു അബ്ദുൽ മുത്തലിബിനോട്, നിങ്ങൾ എന്തിനാ ഒരു പുതിയ പേര്? വേറെ ആർക്കും ഇല്ലാത്തൊരു പേര്. ഖുറൈശി തറവാട്ടിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ ആർക്കും. നമ്മുടെ തറവാട്ടിൽ ഹാഷിം കുടുംബത്തിൽ ഖുറൈശി വംശത്തിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ. നിങ്ങൾ എന്തിനൊരു സ്പെഷ്യൽ പേര്? അപ്പം അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്ക് എന്താണ്? മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മങ്കൂസോലു പഠിച്ചതാ. എന്റെ മോനിക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേരിട്ടത് ആകാശത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടവൻ എന്റെ മോൻ. അതിന് അർഹത എന്റെ മോനുണ്ട്. ആ സ്ഥാനത്ത് എന്റെ മോൻ വളരും. അതുകൊണ്ടാണ് ഞാൻ ആ പേരിട്ടതെന്നല്ലേ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞത്. ഏതാ സ്ഥാനം? ഇവിടുത്തെ നാടൻ ഹിന്ദു ആണ് അബ്ദുൽ മുത്തലിബ്? ആണോ കൂട്ടരെ? ഇവിടുത്തെ നായരോ നമ്പൂതിരി എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ്? അബ്ദുൽ മുത്തലിബിന്റെ പേര് കുട്ടിയായിട്ടാണോ അഷ്റഫുൽ ഖൽഖ് ജനിച്ചത്? പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ മതത്തിൽപ്പെട്ടവരെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി വന്ന റസൂലല്ല. മറിച്ച് ഇബ്രാഹിമീ മില്ലത്തും ശരീഅത്തും അനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ ലാത്തയുടെയും ഉസ്സയുടെയും ജനാത്തയുടെയും ദർഗകൾ ഉണ്ടാക്കി ആ ദർഗയിൽ ചെന്നിലാ ഹദ്റത്തി പറയുന്ന സമൂഹത്തോട് നിങ്ങൾ അംഗീകരിക്കുന്ന റബ്ബായ അല്ലാഹനെ മാത്രമേ നിങ്ങൾ വിളിക്കാവൂ. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്ത്. അതാണ് ഇന്നത്തെ സലഫികളുടെ ദഅവത്ത്. ഇന്ന് സലഫികൾ ദഅവത്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ജൂതന്മാരെയോ അല്ല, മറിച്ച് ഇവിടുത്തെ ജാറക്കാരായ 98% വരുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളെയാണ്. ഞങ്ങൾ പറയുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് തിരിച്ചു വരണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൊച്ചു സംഘത്തിന് പറയാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയം തുടരാം. സഫർ മാസം മുതൽ ഇനി 360 ദിവസവും ചർച്ച ചെയ്യേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ഒതുക്കി ബിരിയാണിയിൽ നിന്ന് പിരിഞ്ഞാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖുമായി ബന്ധപ്പെട്ട താരീഖിനെ റബീഉൽ അവ്വലുമായി ബന്ധിപ്പിക്കാതിരുന്നത്, റബീഉൽ അവ്വലുമായിട്ടുള്ള ബന്ധം ശരീഅത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്. ആ ഒരു സംവിധാനം റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചിട്ടില്ല. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അത് അനുവദിച്ചു തന്നിട്ടില്ല. കാരണം 360 ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 24 മണിക്കൂർ ലൈവായിട്ട് നിൽക്കണം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതുപോലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈവായി നിൽക്കുന്നത് പോലെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് 2 ഷഹാദത്തിന്റെ വില മനസ്സിലാക്കണം. എന്നിട്ട് ആ ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അവരോടാണ് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ വെച്ച് പറയുക. എന്താ പറയുക? യബ്ന ആദം, ഓ ആദമിന്റെ മക്കളെ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഈ ഭൂമി നിറച്ചും തെറ്റും ചെയ്തിട്ടാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്. ഭൂമി നിറച്ചും തെറ്റ്, ആകാശവും ഭൂമിയും നിറച്ചും തെറ്റ് ചെയ്തിട്ട് പാപിയായിട്ടാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നു. ലാ തുശ്രിക് ബി ശൈആ, എന്റെ കാര്യത്തിൽ നീ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തൗഹീദ് അംഗീകരിച്ചവനാണ് നീ. ഒരു തങ്ങളെയും അംഗീകരിച്ചിട്ടില്ല. തെറ്റായിട്ട് ചെയ്യും. ചിലപ്പോൾ നിസ്കാരം ഒഴിവാക്കും, നോമ്പ് ഒഴിവാക്കും, സക്കാത്ത് ഒഴിവാക്കും. ചിലപ്പോൾ നീ കള്ളു കുടിച്ചെന്ന് വരും, ചിലപ്പോൾ ചൂത് കളിച്ചെന്ന് വരും. ഇടക്കിടക്കൊക്കെ തെറ്റ് ചെയ്യും, പിന്നെ തൗബ ചെയ്യും, പിന്നെ ശരിയാവും. അങ്ങനെ മലയോളം തെറ്റും ചെയ്തിട്ട് വന്നു. പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരെ നീ സമീപിച്ചിട്ടില്ല. ലാ തുശ്രിക് ബി ശൈആ, എന്നോട് ഒരു വസ്തുവിനെ പോലും. ഇന്നതുണ്ടല്ലോ, ബാങ്കിൽ ഇത്ര ദിർഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്ര ദീനാർ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ടതില്ല എന്ന് നീ വിശ്വസിച്ചിട്ടില്ല. എനിക്ക് എന്റെ ബാപ്പ ഗൾഫിലുണ്ടല്ലോ, എന്റെ മോൻ ദുബായിലുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ടതില്ല എന്ന് നീ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ അല്ലാഹ് ഉണ്ട്, റബ്ബുനല്ലാഹ്. ആ
ആരെന്ത് പറഞ്ഞാലും എനിക്ക് പേടിക്കാനില്ല, എന്റെ റബ്ബ് അല്ലാഹുവാണ്. പറയണം. കുടുംബ പ്രശ്നം ഭാര്യമാരെന്തെങ്കിലും പറയും, പരാതി പറയും ഭാര്യമാര്, അങ്ങനെ ഇങ്ങനെ, നിങ്ങൾ എന്താ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി മറ്റേതാക്കി മറിച്ചാക്കി. അപ്പൊ ധൈര്യമായിട്ട് പറയണം, സബൂർ ചെയ്യടി, റബ്ബുനല്ലാ, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്, അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ധൈര്യമായിട്ട് പറയണം. റെയിൽവേ സ്റ്റേഷനിൽ വന്നു, തീവണ്ടിയില് വണ്ടിയൊന്നുമില്ല, ധർണ, ഏതോ ഹർത്താൽ ദിവസം. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാത്തു നിന്ന് രാത്രി 2 മണിയായി, 1 മണിയായി, 2 മണിയായി. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ കിട്ടിയത്. ഉടൻ തന്നെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ പൈസക്ക് നേരെ മഞ്ഞനാടിയിലേക്ക് വന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഭാര്യ ആണെങ്കിലും ഉറക്കൊഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്, എന്താ വരാത്ത ചിന്തിച്ചിട്ട്. അങ്ങനെ വന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഭാര്യക്ക് ആശ്വാസമായി. ഭാര്യ ചോദിച്ചു, എങ്ങനെയാ വന്ന്? എല്ലാവരും ചോദിക്കുമ്പോൾ അപ്പൊ ഭർത്താവിന്റെ മറുപടി, എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി, അങ്ങനെയാ വന്നത്. ഇതൊരു നാടൻ മുസ്ലിമിന്റെ മറുപടിയാണ്, ലോ ക്ലാസ്സുകാരന്റെ മറുപടിയാണ്. ലോവർ ക്ലാസ്, പ്രൈമറി സ്റ്റേജ് ആണ് ഇസ്ലാം, സെക്കൻഡറി സ്റ്റേജ് ഈമാൻ, ഫൈനൽ സ്റ്റേജ് ഇഹ്സാൻ. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. നമ്മളൊക്കെ ഇപ്പൊ ഏത് സ്റ്റേജിലാ? എന്റെ കഥയിപ്പോ ഏത് സ്റ്റേജിലാ? ഇസ്ലാമിന്റെ സ്റ്റേജ് പോലും പൂർത്തിയാക്കിയിട്ടില്ല കൂട്ടരെ നാം. ഞാനിപ്പോ നിങ്ങളോട് ഷഹാദത്തിന്റെ ഫർദും ഷർത്തും ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്കും പറയാൻ കഴിയില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്നുവെച്ചാൽ നിസ്കാരത്തിന്റെ ഷർത്ത് ചോദിച്ചാൽ നിങ്ങൾ പറയും, നിസ്കാരത്തിന്റെ ഷർത്തും പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ പണിപണിയായിട്ട് പറയാൻ നല്ല ഉറപ്പുണ്ട്. നോമ്പിന്റെ ഷർത്തും പറഞ്ഞു ചോദിച്ചാൽ, ഷഹാദത്തിന്റെ ഷർത്തും പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതാണ് നമ്മളെ പാരമ്പര്യം. നമ്മൾ പ്രൈമറി സ്റ്റേജിന്റെ 1ാം ഭാഗം പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ. എന്നിട്ടല്ലേ പിന്നെ നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള ബാക്കി 4 ക്ലാസ്, 5 ക്ലാസ്സാണ് പ്രൈമറി സ്റ്റേജ്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്. 1ാം ക്ലാസ് ഷഹാദ, 2ാം ക്ലാസ് നിസ്കാരം, 3ാം ക്ലാസ് നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 5 ക്ലാസ് പൂർത്തിയായി. എല്ലാം പ്രൈമറി സ്റ്റേജാണ്. 4ാം ക്ലാസ്, 5ാം ക്ലാസ്, ചെറിയ കുട്ടിപ്രായം. അവൻ പറയുന്ന ഭാഷയാണ് എന്ത്? എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി, അങ്ങനെയാണ് ഞാൻ വന്നത്. അസ്ബാബിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. വസ്തുക്കളിലേക്ക്, മെറ്റീരിയലിലേക്ക് ചർച്ച ചെയ്തുകൊണ്ടാണ് എനിക്ക് ഓട്ടോറിക്ഷ കിട്ടി പറഞ്ഞത്. ശരിയല്ലേ, ഓട്ടോറിക്ഷ. പക്ഷെ ഒരു മൂമിൻ അങ്ങനെ പറയില്ല. ഒരു മുസ്ലിമിന്റെ ഭാഷയാണത്. മൂമിൻ ഇതേപോലെ ഓട്ടോറിക്ഷ കിട്ടിയില്ല. മംഗലാപുരത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷയായിട്ട് വന്നു, രാത്രി 2 മണിയായി. ഭാര്യ ചോദിച്ചു, എങ്ങനെയാ വന്ന്? ഇന്ന് ഹർത്താലായിരുന്നല്ലോ, വണ്ടിയൊന്നും ഓടിയിട്ടില്ലല്ലോ ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ആ മൂമിനായ ഭർത്താവിന്റെ മറുപടി, അള്ളാഹു എനിക്കൊരു ഓട്ടോറിക്ഷ എത്തിച്ചെന്നു, അങ്ങനെയാണ് വന്നത്. വാക്ക് മാറിയില്ലേ? വാക്കിന്റെ ശൈലി മാറിയില്ലേ? സബബിനെ മുസബിബിലേക്ക് ചേർത്തിട്ടാണ് സംസാരിച്ചത്. മുസബിബ് അല്ലാഹ്, സബബ് ഓട്ടോറിക്ഷ. സബബിനെ മുസബിബിലേക്ക് ചേർത്തിട്ടേ സംസാരിക്കാവൂ മുഅ്മിനീങ്ങൾ. ഒരിക്കലും സബബ് മാത്രം സംസാരിക്കരുത്. ഏത് സമയത്തും അത് സംസാരിക്കുന്നത് ഷഹാദത്ത് ഡാമേജ് വരാൻ കാരണമായി തീരും. നമ്മൾ സബബിനെ പറ്റി പറഞ്ഞ് സബബ് നമ്മുടെ മനസ്സിൽ കയറും, മുസബിബ് പോവും. അപ്പോൾ എന്ത് പറയും? കുട്ടികളോട് പറയുമ്പോഴും, ഉമ്മാനോട് പറയുമ്പോഴും, ഭാര്യനോട് പറയുമ്പോഴും എന്തേ പറയാവും? എനിക്ക് എന്റെ അള്ള അങ്ങനെ ചെയ്തു തന്നു, എനിക്ക് എന്റെ അള്ള ഇങ്ങനെ ചെയ്തു തന്നു, അങ്ങനെയേ പറയാവൂ. ചോറിച്ചാ, എനിക്ക് എന്റെ അള്ളാഹു ഒരു ഹോട്ടൽ കാണിച്ചു തന്നു, അവിടെ പറ്റി ഞാൻ നന്നായിട്ട് ചോറിച്ചു. ഭാര്യ ചോദിക്കുമ്പോൾ അങ്ങനെ പറയണം. ഹോട്ടലിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് സംസാരിക്കണം. അത് മുഅ്മിൻ. ഇനി മുഹ്സിനോ, 3ാമത്തെ ദർജക്കാരൻ, ഫൈനൽ സ്റ്റേജുകാരൻ. 1,00,000 മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ 1000 പേരായിരിക്കും മുസ്ലിം മുഅ്മിനീങ്ങൾ, അതിൽ 10 പേര് മാത്രമായിരിക്കും മുഹ്സിനീങ്ങൾ. ഞാൻ നിർത്തിയേക്കാം. 10 പേരായിരിക്കും മുഹ്സിനീങ്ങൾ. ആ 10 പേരെ കൂട്ടത്തിൽ നമ്മൾ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ആ 10 പേരെ കൂട്ടത്തിലാണ് നമ്മൾ വേണ്ടത്. 1,00,000ന്റെ പേരിൽ കൂട്ടത്തിലും വേണ്ട, 1000ന്റെ കൂട്ടത്തിലും വേണ്ട. മുഹ്സിൻ അവൻ ശേഷം പിന്നെ ഓട്ടോറിക്ഷയാക്കിയിട്ട് വന്നു നാട്ടിലേക്ക്, വീട്ടിലേക്ക്. ഭാര്യ ചോദിച്ചു, എങ്ങനെയാ വന്ന്? ഈ ഭാര്യക്ക് വണ്ടി വല്ലതും കിട്ടിയോ? ഒറ്റ വാക്കിൽ മറുപടി, എന്റെ അള്ളാഹു എന്നെ എത്തിച്ചു. നോ കമന്റ്സ്. അതേ ഡിഗ്രിയിലുള്ള ഭാര്യയാണെങ്കിൽ ഭാര്യ എന്ത് മറുപടി പറയും? അതേ ഹയർ സെക്കൻഡറി, അതേപോലത്തെ ഫൈനൽ സ്റ്റേജിലാണ് ഭാര്യ. ആ ഭാര്യ അതേ സ്റ്റേജിലാണെങ്കിൽ ആ ഭാര്യ എന്ത് പറയും? അൽഹംദുലില്ലാഹ്, തിന്നാൻ വല്ലത് കൊടുക്കട്ടെ അല്ലേ? മറിച്ച് ഭർത്താവ് ഇഹ്സാന്റെ ദർജയിലും ഭാര്യ ഇസ്ലാമിന്റെ ദർജയിലും ആണെങ്കിൽ എന്താ ഭാര്യ പറയാ? എല്ലാരും അള്ള എന്നെ എത്തിക്കൽ, നിങ്ങളെങ്ങനെയാ വന്നേന്നാ ഞാൻ ചോദിച്ചേ. നമ്മളെ മംഗലാപുരക്കാരാ വാശി. എന്താ കാര്യം? അവർ ലോവർ ക്ലാസ് LP സ്കൂൾ പഠിക്കുന്നവരാണ് ഭാര്യ. ഇവനാണെങ്കിലോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവനുമാ. അതുകൊണ്ടാണ് ആ വാക്ക് വ്യത്യാസം വന്നത്. അതുകൊണ്ട് ഭാര്യയും മക്കളെ എല്ലാം ഒരേ ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പൊ എന്ത് പറയും ഭാര്യ? എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാഹ്, നോ കമന്റ്സ്.
ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടി പുരക്കേക്ക് പോയി. ചോറുണ്ട്, കറിയില്ല. മുളക് പൊടിച്ച കറിയാണ് കൊണ്ടു തന്നത്. ഭർത്താവ് ചോദിച്ച കറി വേറെ ഒന്നുമില്ലേ? അവൻ ഭാര്യന്റെ കമന്റ് അൽഹംദുലില്ലാ. അപ്പൊ ഭർത്താവിന്റെ വക ശരി അൽഹംദുലില്ലാ, ഉള്ളതും തിന്ന് കയ്യും കയറ്റ് സ്ഥലം വിടും. കലമ്പില്ല, ബക്കാണില്ല, പ്രശ്നങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാരണം ഭാര്യയും ഭർത്താവും ഒരേ ദർജക്കാരൻ. അൽഹംദുലില്ലാ. എന്ത് രസമായിരിക്കും നിങ്ങൾ ആലോചിച്ചൊക്കെ. അതാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ. അവിടെ എത്തണം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു വന്നത്. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കുക, നമ്മുടെ ഷഹാദ നാം ക്ലിയർ ആക്കുക. നമ്മുടെ ഷഹാദ എപ്പോഴും നാം ചർച്ചയ്ക്ക് വിധേയമാക്കുക. രാത്രി ഉറങ്ങാൻ നേരത്ത് ഞാൻ അള്ളാഹ് കൊടുത്ത കരാറ് എന്തെങ്കിലും തരത്തിൽ ദുർബലപ്പെട്ടു പോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാറ്, മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത കരാറ്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ കൊടുത്ത ഷഹാദ അത് സസ്പെൻഡ് ആകാൻ ഇട വന്നിട്ടുണ്ടോ, ഡിസ്മിസ് ആകാൻ ഇട വന്നിട്ടുണ്ടോ, ഡാമേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചോദിക്കണം, നഫ്സിനോട് ചോദിക്കണം. ആസിബു ഖബല അൻ തുഹാസബു. എന്നിട്ട് ഷഹാദത്താണ് ശരിയാക്കേണ്ടത്. നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, ഹജ്ജിനേക്കാൾ, സക്കാത്തിനേക്കാൾ നമ്മൾ ശരിയാക്കേണ്ടത് ഷഹാദത്തിനെയാണ്. ഷഹാദത്ത് ശരിയായാലാണ് നേരത്തെ പറഞ്ഞത്, നീ എന്നെ ആകാശത്തോളം ഭൂമിയോളം തെറ്റും ചെയ്തിട്ടാണ് നീ എന്റെ അടുത്തേക്ക് വന്നത്, പക്ഷെ നീ ശിർക്ക് ചെയ്യാറില്ല. എന്തുണ്ടെങ്കിൽ നീ എന്നെയാണ് ഏൽപ്പിക്കാറ്, എന്തുണ്ടെങ്കിൽ നീ എന്നെയാണ് പറയാറ്, നീ എന്തുണ്ടെങ്കിലും നീ എന്നിലേക്കാണ് ചേർത്ത് സംസാരിക്കാറ്, നിന്നെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല അവനോട് പറയും, അതൈതുക ബിഖുറാബിൽ അർളി മഗ്ഫിറ, നീ തെറ്റ് ചെയ്ത അത്ര തന്നെ മഗ്ഫിറത്തുമായിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വരിക, നിനക്ക് ഞാൻ പുറത്തു തരും, എന്നിട്ട് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. ഇത് ഷഹാദത്ത് സഹിയാക്കേണ്ട പ്രതിഫലത്തെ പറ്റിയാണ് പറഞ്ഞത്. കാക്കത്തൊള്ളായിരം നിസ്കരിച്ചതിനെ പറ്റിയുള്ള എല്ലാം പറഞ്ഞത്. ഷിർക്കാണ് കടുപ്പം, തൗഹീദാണ് അടിസ്ഥാനം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? അല്ല മാത്രം പ്രസംഗിക്കലല്ല. ദൈനംദിന ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെന്റെ അള്ളാഹുവിന്റെ വകയാണെന്ന് അംഗീകരിക്കലാണ് തൗഹീദ്. ഇത് മക്കളെ പഠിപ്പിക്കണം, ഭാര്യനെ പഠിപ്പിക്കണം. അങ്ങനെ രസമുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം ഭൂമിയിൽ. ആ ഷഹാദത്തുമായിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ഇൻഷാ അല്ലാഹ് ആ ഷഹാദത്തുമായിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അള്ളാഹു താല പ്രത്യേകം വിളിക്കും, ഇവൻ വീട്ടിൽ ഉപ്പില്ലെങ്കിൽ എന്നോട് പറഞ്ഞവനാ. ഭാര്യ വിളിച്ചു, ഉപ്പ് തീർന്നു കേട്ടോ, കുറച്ച് ഉപ്പ് വാങ്ങണം. എടോ കുട്ടി, ഉപ്പിന് എന്നോടല്ലല്ലോ പറയേണ്ടത്, ഉപ്പിന്റെ മാലിക് അള്ളാഹു അല്ലേ. ഉപ്പ് തീർന്നാ നീ ആദ്യം മുതലാളിയല്ലേ അറിയിക്കേണ്ടത്, ഞാനൊരു തൊഴിലാളിയല്ലേ. ഭർത്താവായ ഞാൻ പീടിയിലുള്ള ഉപ്പ് എനിക്ക് വാങ്ങിക്കൊണ്ടു തരുന്നൊരു തൊഴിലാളി മാത്രമല്ലേ ഞാൻ. ഉപ്പിന്റെ മുതലാളി അള്ളയല്ലോടോ, നീ അള്ളാനെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്, എന്നിട്ടല്ലേ എന്നെ നീ വിളിച്ചു പറയേണ്ടത്. അത് മുതൽ ഭാര്യ എന്ത് സംഭവം വന്നാലും ആദ്യം അള്ളാനോട് പറയാ, അള്ളാ ഉപ്പ് തീർന്നല്ലോ, ഭർത്താവ് വീട്ടിലും ഇല്ലല്ലോ എന്ന് അള്ളാനോട് ആദ്യം പറയാ. അപ്പൊ തന്നെ റിക്കാർഡാവും. അപ്പൊ തന്നെ അള്ളാന്റെ റഖീബ് ഇത് എഴുതി വെച്ചു. ഉടൻ തന്നെ ഭർത്താവ് പിടിക്കറ്റ് ഒരു പാക്കറ്റ് ഉപ്പും വാങ്ങിട്ട് വന്നു. അത് അള്ളാഹു അവനെ ഏൽപ്പിച്ച സബബിന്റെ ജോലി നാളെ ആഖിറത്തിലെത്തും. എന്നിട്ട് മഞ്ഞനാടിയിലെ ഈ പെണ്ണിനെ അള്ളാഹു താല പേരെടുത്ത് വിളിക്കും, ഇന്നോന്റെ മോനായ ഇന്നോൾ എവിടെ? ഫാത്തിമ ബിൻത് ഖാലിദ് അല്ലെങ്കിൽ ആയിഷ ബിൻത് അബ്ദുറഹ്മാൻ. ഉപ്പാന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് നാളെ ആഖിറത്തിൽ വിളിക്കാന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഉപ്പാന്റെ പേരിലേക്ക് ചേർത്തിട്ട് വിളിക്കും. ഇന്ന ആയിഷ, മഞ്ഞനാടിയിലെ ഇന്ന ആയിഷ എവിടെ? ആയിഷ ഹാജരാക്കപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ. മലക്കുകൾ ഹാജരാക്കി കൊടുക്കും. എന്നിട്ട് കോടിക്കണക്കിന് വരുന്ന ജനത്തോട് അള്ളാഹു താല പറഞ്ഞു കൊടുക്കും, ഈ ആയിഷാനെ അറിയുമോ? ഈ ആയിഷ ഉപ്പ് തീർന്നാൽ എന്നോട് പറയും, കാലിലെ ചെരുപ്പ് പൊട്ടിയാലും എന്നോട് പറയും, പിള്ളേർക്ക് ജലദോഷം വന്നാലും എന്നോട് പറയും. എന്നിട്ടേ അസ്ബാബുകളെ സ്വീകരിക്കാറുള്ളൂ. ഈ ആയിഷാനെ ഞാൻ ഇന്ന് ആദരിച്ചിരിക്കുന്ന അന്നായ ആയിഷാന്റെ വില അറിയാം. ഇന്ന് ഇല്ല, ഇന്നൊരു നാടൻ ആയിഷയായിരിക്കും, അന്നായ ആയിഷാന്റെ വില തിരിയും. ഒരു ഉദാഹരണം പറഞ്ഞു തന്നതാണ്. ആ രീതിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മഞ്ഞനാടിയിലെ ഉമ്മമാര്, പെങ്ങന്മാര്, പെൺകുട്ടികള് ആ രീതിയിൽ അള്ളാഹുവിന്റെ ആളായി മാറണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഈ രീതിയിലുള്ള ഭയങ്കരമായ വിചാരണ നടക്കുന്ന സമയം ഒരു മുവഹിദിന് കിട്ടുന്ന ദർജകൾ നമുക്കന്ന് ആസ്വദിക്കാൻ ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ്. അല്ലാഹ് റബ്ബി തഖബ്ബൽ യാ റബ്ബൽ ആലമീൻ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك
ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا أبدا ما أبقيتنا اللهم اجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ولا تقتلنا بغضبك يا رب العالمين يا الله ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നസീബാക്കി കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, അതേപോലെ തന്നെ ഡയബറ്റീസ് രോഗികൾ നിന്റെ കുതിരത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്ക അല്ലാഹുവേ. അസ്ബാബുകളെ പരിഗണിക്കാതെ നീ നിന്റെ കുതിരത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളെ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നസീബാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പ്രസവിക്കാൻ ഞങ്ങളെ ഗർഭിണികൾക്ക് തൗഫീഖ് ചെയ്ത് കൊടുക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ ബാപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, ബന്ധുക്കള്, നാട്ടുകാര്, വീട്ടുകാര് നിന്റെ അടുക്കലാണ്. ചിലർ നിന്റെ അടുത്ത് തന്നെയുണ്ട്, ചിലർ നിന്നിൽ നിന്ന് എന്തോ കാരണത്താൽ വളരെ അകലത്തിലാണ്. നിന്റെ ഔദാര്യം കൊണ്ട് അവരെല്ലാം നിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്നവരെ കൂട്ടത്തിൽ പെടുത്തി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾ മരിച്ച് നാളെ നിന്റെ അടുത്ത് എത്തുമ്പോൾ നിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ന്യൂനപക്ഷത്തോടൊപ്പം ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആ ദർജ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.